ഉം. ഉം. അതെ അതെ. കാര്യങ്ങളാണ്. ചില ആൾക്കാർ ഫ്രണ്ട് എൻഡ് മാത്രം പഠിക്കും, ചില ഉം. ആൾക്കാർ ബാക്ക് എൻഡ് മാത്രം പഠിക്കും. ഉം. ഇതുണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒന്നിച്ചാവൂല, ഉം. പല പ്രശ്നങ്ങളും വരും. അപ്പൊ ഇവിടെ ഉം. ഞങ്ങൾ അതിനെ കൊണ്ടുവന്ന സിസ്റ്റം ഉം. പറഞ്ഞാൽ ഒരു ഫ്രണ്ട് എൻഡ് സിസ്റ്റം ഉണ്ട്, ബാക്ക് എൻഡ് സിസ്റ്റം ഉണ്ട്. ഞാൻ ആദ്യം ഫ്രണ്ട് എൻഡിൽ നടക്കുന്ന സിസ്റ്റം ഉം. കാണിച്ചു തരാം. അതായത് ഇപ്പൊ നോർമലി ഉം. ഉണ്ടാകുന്ന ഇത് ട്രേഡിംഗിന്റെ ചാർട്ടാണ്, എല്ലാവർക്കും ഉം. ലോകത്തുള്ള എല്ലാവർക്കും കാണേണ്ട ഈ ഒരു ചാർട്ട് തന്നെയാണ് മാനുവലി ഉണ്ടാകുന്ന ചാർട്ട്. അതെ അതെ. അപ്പൊ ഇതിലെന്നാക്കണം, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എല്ലാവരും ചെയ്യുന്നത് വെച്ചാൽ മാനുവലി ഓരോ ടൂളും കാര്യങ്ങളും പഠിച്ച് മാനുവലി എന്നാക്കണം. ഇതേപോലെ നമ്മൾ അതെ അതെ. എന്നാക്കണം, ഓരോ സാധനവും മാനുവലി എടുക്കണം. മാനുവലി സപ്പോർട്ട് വരച്ച് റെസിസ്റ്റൻസ്. സപ്പോർട്ട് റെസിസ്റ്റൻസി അതേപോലെ തന്നെ എവിടെയാണ് അതിന്റെ എല്ലാം മാനുവലി ചെയ്യണം. അതെ അതെ. എന്തൊക്കെയുണ്ടോ മാർക്കറ്റിൽ ഇതൊക്കെ ഇപ്പൊ ആയിക്കോട്ടെ, എല്ലാം മാനുവലി ചെയ്ത് അതിനെ ഐഡന്റിഫൈ ചെയ്ത് മെല്ലെ മെല്ലെ എന്നാക്കണം ഇതേപോലെ ഓരോ ഉം. കാര്യങ്ങളും നമ്മൾ ഇൻഡിവിജ്വലി ചെയ്യണം. അപ്പൊ ഉം. ഇതൊക്കെയാണ് മാനുവലി. പിന്നെ ഒരു എൻട്രി എടുക്കുമ്പോൾ ഓക്കെ, ഒരു പൊസിഷൻ സൈസിങ് ഇതേപോലെ ഒരു നോർമലി എന്നാക്കുക. ഇതേപോലെ എല്ലാവരും പൊസിഷൻ ഉം. സൈസിങ് എടുക്കുക. ഇവിടെ ഇപ്പോൾ ഒരു ഉം. ഓക്കെ, ഇവിടെ ഒരു എൻട്രി ആണെങ്കിൽ ഇതേപോലെ ഒരു പൊസിഷൻ സൈസിങ് ഇവിടെ കീപ്പ് ചെയ്യും, ഇങ്ങനെ വെക്കും. ഉം. ഇത് ഉം. ഇവിടം വരെ എത്തുന്നതിനെ കാത്തുനിൽക്കും. ഇങ്ങനെയൊക്കെയാണ് മാനുവലി എല്ലാവരും കാട്ടി കുറച്ച് കാര്യങ്ങൾ ഇതാണ്. ഇതിന് അതെ അതെ. ഞങ്ങളിപ്പം കൊണ്ടുവന്ന ഒരു സോഫ്റ്റ്വെയർ, അതായത് 95% നമ്മൾക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഓട്ടോമേഷൻ ആയിട്ട് ചെയ്യും. നമ്മൾ മാനുവലി ഉം. ചെയ്യേണ്ട മാർക്കറ്റ് നോക്കുന്നതായിരിക്കും. നമ്മൾക്ക് ഒരു ന്യൂസ് വാച്ച് ചെയ്യണം, കാര്യങ്ങൾ വാച്ച് ഉം. ചെയ്യണം, എല്ലാം ചെയ്യേണ്ടി വരും. ഉം. അപ്പൊ നമ്മളിവിടെ നമ്മുടെ ടൂൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ ഉണ്ടാവില്ല, ഇതേപോലെയാണ് ഉം. ഉം. വരും, അപ്ലോഡ് ഉം. ആകുന്നുണ്ട്. ഇപ്പം നിലവിലുള്ളത് 3 മാർക്കറ്റാണ്. ഇപ്പൊ മേജറായിട്ട് മാർക്കറ്റിലെ പ്രശ്നമാണ് എവിടെ എൻട്രി എടുക്കണം, എവിടെ ഒരു എക്സൽ ഉം. ടി പി എവിടെ വെക്കണം, എവിടെ നമുക്ക് ഉം. എന്താക്കാം ഒരു ടാർഗറ്റ് കീപ്പ് ചെയ്യാന്നൊക്കെ എല്ലാവർക്കും ഉള്ള ഒരു മേജർ കൺഫ്യൂഷൻ തന്നെയാണ്. അത് തീരാത്തൊരു ഉം. കൺഫ്യൂഷനാണ് മാർക്കറ്റിൽ, തീരാത്തൊരു കൺഫ്യൂഷനാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ. ഇതിനൊക്കെ ആയിട്ടൊരു സൊല്യൂഷനാണ് ഇത് കണ്ടോ. ഉം. ഇതിപ്പം ഇവിടെ ഇവിടെ എന്നായിട്ടുണ്ട് ഒരു എൻട്രി, ഇപ്പൊ ഇത് നിലവിൽ ലൈവിൽ വന്ന എൻട്രിയാണ്. ഉം. സെൽ ഉം. എൻട്രി ഇവിടെ എന്നായിട്ടുണ്ട് വന്നിട്ടുണ്ട്, ഏകദേശം ഉം. ഒരു 3:15 വന്നതാണ്. എൻട്രി വന്നു, ടാർഗറ്റ് 1 ഉം. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഇത് ലൈവായിട്ട് പോകുന്നത് കൺഫർമേഷൻ ഉം. എൻട്രി ആണ്, ഗോൾഡിൽ ഉം. ലൈവായിട്ട് നടക്കുന്ന എൻട്രി. ഇതേപോലെ വന്നു ഉം. കഴിഞ്ഞാൽ എൻട്രി കാര്യങ്ങളൊക്കെ, അതായത് ഞാൻ പറഞ്ഞില്ല ഇവിടെ ഇപ്പൊ മാനുവലി സാധാരണ മാനുവലി ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ എന്നാകുന്നത് ഇവിടെ സിസ്റ്റം ചെയ്യുന്നുണ്ട്. അവിടെ സ്ട്രാറ്റജി ഉം. വരക്കുന്ന ആയിക്കോട്ടെ, മാർക്കറ്റ് വാച്ച് ചെയ്യുന്ന എല്ലാം മാനുവലി എല്ലാ മാർക്കറ്റിലും ചെയ്ത് വരും. ഉം. ഉം. ഇതൊക്കെ മാനുവൽ, ഇതൊന്നും ആരും വരക്കുന്നത് ആരും ചെയ്യണ്ട, വരുന്ന മാർക്കറ്റിലല്ലോ ഓട്ടോ. പക്ഷെ ഒരു എൻട്രി മാർക്കറ്റ് പണിയെടുക്കുന്നത് ഈ ഒരു പോയിന്റ് വരെയാണ്, ഒരു എൻട്രി വരുന്നത് വരെ നമുക്ക് നല്ലൊരു പ്രോപ്പർ എൻട്രി കീപ്പിംഗ് കാര്യങ്ങൾ ഈ ഒരു ഏരിയ വരെ മാർക്കറ്റ് സെറ്റ് ചെയ്ത് തരും. അങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൺഫർമേഷൻ നോക്കാം. ഇതാണ് ഡാറ്റാ ബോക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ കൺഫർമേഷൻ നോക്കി അതിന്റെ എൻട്രി എന്നാക്കാം പ്ലേസ് ചെയ്യാം. ഇപ്പൊ ഈ 3 മാർക്കറ്റ്, ഏത് മാർക്കറ്റ് ഞാൻ BTC ഇടാം, മാർക്കറ്റ് മാറ്റുന്ന ഇതിന്റെ ബാക്കിൽ നടക്കുന്നത് ഹ്യൂമൻ സ്ട്രാറ്റജി തന്നെയാണ്. ഒരു മെഷീൻ ലേണിംഗ് സിസ്റ്റം ആണ് ഇതിന്റെ ബാക്കിൽ. ഇപ്പൊ ഇവിടെ നോക്കിയത്, ഇപ്പൊ ഇവിടെ ഒരു എൻട്രി കംപ്ലീറ്റ് ആയതാണ്, നേരത്തെ കംപ്ലീറ്റ് ആയ മാർക്കറ്റാണ്. പക്ഷെ ഇവിടെ അടുത്തൊരു എൻട്രി ഇതുവരെ കൊടുത്തിട്ടില്ല. ഒരു ഓവർ ട്രേഡിംഗ് എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഇപ്പൊ സാധാരണ ഇവിടെ മാനുവൽ ചെയ്യുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എൻട്രി, ഇവിടെ മാനുവൽ ഇതൊന്നും ഇല്ല. മാനുവലി ഇവിടെ ഒരു എൻട്രി കിട്ടിയിട്ടുണ്ടാവും, ഇവിടെ ഒരു ബൈ എൻട്രി കിട്ടിയിട്ടുണ്ടാവും, ഇവിടെ ഒരു ബൈ എൻട്രി എന്നാക്കിയിട്ടുണ്ടാവും, ആൾക്ക് ഒരു ബൈ എൻട്രി എടുത്തിട്ടുണ്ടാവും. ഓട്ടോമാറ്റിക് ആയിട്ട് പോയിട്ടുണ്ടാകും. ആ ഒരു പ്രോഫിറ്റ് കിട്ടലോട് കൂടി അടുത്തൊരു എൻട്രി എന്നാക്കും, ഇവിടെ ഇത്ര ഒരു ബൈ കിട്ടി, അടുത്തൊരു എൻട്രി ഇവിടെ നന്നാക്കിയിട്ടുണ്ടാവും, താഴേക്ക് എടുത്തിട്ടുണ്ടാവും. ഇതേപോലെ അതായത് പഠിക്കുന്നത് അങ്ങനെയാണ്. ആൾക്കാർ പഠിക്കുന്നത് എന്താ വെച്ചാല് ഇത്രയും വലിയൊരു ഹൈക്ക് വരുന്ന സമയം ഓട്ടോമാറ്റിക്കലി കുറെ ആൾക്കാരാണ് മാർക്കറ്റ് സെല്ല് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിപ്പിക്കുന്നത്. ഇത്രയും വലിയൊരു വീർവ് വീർന്ന് കുറെ ആൾ എന്താക്കും, മാർക്കറ്റ് സെല്ല് ചെയ്യും, മാർക്കറ്റ് വീണ്ടും താഴേക്ക് വരും, വീണ്ടും പോകും. ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇവിടെ ഒരു എൻട്രി കംപ്ലീറ്റ് ആയിട്ട് ഇതുവരെ അടുത്തൊരു എൻട്രി കൊടുക്കാത്ത മാർക്കറ്റ്, ഇവിടെ മാനിപ്പുലേഷൻ ഇങ്ങനെ മാർക്കറ്റ് വലിയൊരു എൻട്രി കയറി പോവുകയാണ് ചെയ്യുന്നത്. മാർക്കറ്റ് കൺട്രോളിന്റെ പുറത്താണുള്ളത്, മാർക്കറ്റിന്റെ അണ്ടറിലല്ല ഉള്ളത്. നമ്മൾ അണ്ടറിൽ മാർക്കറ്റ് ഇല്ല. നമ്മൾ ആരെ അണ്ടറിൽ മാർക്കറ്റ് ഇപ്പൊ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടും ബയ്യേഴ്സും കോർപ്പറേറ്റുകളും കയറി കഴിഞ്ഞാലും മാർക്കറ്റ് കൺട്രോൾ കിട്ടൂല. ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഇവിടെ ഒരു അടുത്ത എൻട്രി ഇതുവരെ തരായത്. ഇത് വൈകുന്നേരം 5 മണിക്ക് വന്ന എൻട്രിയാണ്.
അടുത്തൊരു എൻട്രി ഇതിൽ തരാം. എത്രക്ക് ബൈ വാങ്ങാൻ പറഞ്ഞതില്? ഏതാണ് ഇതിലെത്ര നിങ്ങൾ ഓർഡർ പ്രകാരം എത്ര ഇല്ലത്? ഏതിലാണ്? ഇതാ എൻട്രി ഇവിടെ ഉണ്ടായിരുന്ന 61 ഇവിടെ എൻട്രി കൊടുത്തത്. 61. ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എൻട്രി. CP4 വരെ 61, കംപ്ലീറ്റ്. 63. ആ 60, അതായത് BTC-യില് 61,561. BTC-യിൽ എൻട്രി ഉണ്ടായത് 4 ടാർഗറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷെ അടുത്ത ഒരു എൻട്രി ഇതുവരെ വന്നിട്ടില്ല. അത് വെയിറ്റ് ചെയ്യാം, ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അടുത്തൊരു ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ 4 ടാർഗറ്റ് ഇവരുടെ ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഓണാക്കി കഴിഞ്ഞാൽ ഈ 4 ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യണോ? വേണ്ട, വെയിറ്റ് ചെയ്യണ്ട. അതായത് ഫസ്റ്റ് ടാർഗറ്റ് ഇതുണ്ടാ, ഇതിപ്പോ ഗോൾഡിൽ 5 മിനിറ്റിൽ എൻട്രി വന്നതാണ്, സെൽ എൻട്രി ആണ്. ഇത് കൺഫർമേഷൻ വന്ന് ഈ ഡാറ്റാ ബോക്സിന്റെ കൺഫർമേഷൻ എടുക്കേണ്ടത്. ഈ ഡാറ്റാ ബോക്സ് നമ്മൾ പഠിപ്പിക്കും എങ്ങനെയാണ് കൺഫർമേഷൻ. ആ കൺഫർമേഷൻ കിട്ടുക ഇവരോട് കിട്ടി ഇവിടുന്ന് എൻട്രി എടുക്കാം, ഇവിടെ എൻട്രി എടുക്കാം. ഇവിടെ ഇപ്പൊ ഈ ഗോൾഡിന്റെ ഒരു പറഞ്ഞാൽ ഗോൾഡിൽ ഇപ്പം, അതായത് ഗോൾഡിൽ നടക്കുന്നത് ഗോൾഡിൽ ഇവിടെ ഇങ്ങനെ ട്രെൻഡ് സൈഡ് വൈസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു സൈഡ് വൈസ് ട്രെൻഡിലാണ് ഗോൾഡ് മാർക്കറ്റ് ഉള്ളത്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം, അതിന്റെ ബാക്ക് എൻഡ് നമ്മൾ അടുത്തൊരു ടൂളും കൂടി ഉണ്ട്. അത് ബാക്ക് എൻഡ് മനസ്സിലാക്കുന്ന ടൂളാണ്. വലിയ വലിയ കോർപ്പറേറ്റ് ഇവരൊക്കെ എൻട്രി ആകുന്നത് ഐഡന്റിഫൈ ടൂളാണ്. അത് ഞാൻ ടൂളും കൂടി കാണിച്ചു തരാം. ഈ ഗോൾഡിന്റെ കേസ് പറയുന്നത് തന്നെ, അതായത് സ്ക്രീൻ കാണുന്നുണ്ടോ? ഇതിൽ നിന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ മാർക്കറ്റിൽ ഇപ്പം ഈ ഒരു നടന്ന ക്രാഷ്, ഇവിടെ ഒരു ക്രാഷ് നടന്നിട്ടുണ്ടായിരുന്നു. അത് നടത്തിയത് പറഞ്ഞാൽ ഇവിടെ കണ്ടോ, ക്രാഷ് 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 എന്ന് പറഞ്ഞിട്ട് കണ്ടോ? ഇത് മാർക്കറ്റിൽ ഒരു ടീം നടത്തിയതാ. ഈ ടീം തന്നെ ഇവിടുന്ന് പമ്പ് ഇക്കോ ക്രാഷ് ആയിക്കുന്നുള്ളത് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് സൈഡ് വേസിലാണ് ഉള്ളത്. ഇന്നൊരു ന്യൂസ് വരാനുണ്ട്. മാർക്കറ്റ് എല്ലാ ഏരിയയിൽ എന്താ, ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ക്രാഷ് ആക്കിയിട്ടുണ്ട്. ഇവിടുന്ന് മാർക്കറ്റ് പമ്പ് വെച്ചിട്ടുണ്ട് ഒരു ഏരിയ. ഇത് കണ്ട ഒരു ടീം ക്രാഷ് ചെയ്തതാ മാർക്കറ്റ്, ഒരൊറ്റ ടീം. ഗോൾഡ് ഒരു ടീം ക്രാഷ് ചെയ്ത് ആ ടീം അടുത്തിട്ട് ആ ടീം ഇവിടുന്ന് പമ്പ് വെച്ചു. അതിൽ നിന്ന് അടുക്കുണ്ടായ എല്ലാ പൈസയും പോയി, ലൂട്ടായി പോയി. ഇത് ബാക്കിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് കോർപ്പറേറ്റുകൾ, ഇൻസ്റ്റിറ്റ്യൂട്ടൽ ട്രേഡേഴ്സ്, അതേപോലെ തന്നെ ഇവരൊക്കെ വലിയ വലിയ ബുള്ളുകൾ കളിക്കുന്ന ഈ ക്രാക്കിലെ മാർക്കറ്റില് നിങ്ങളെ സിഗ്നൽ വന്നിരുന്നു ഇവിടെ. ഏതാ? ഇത് രണ്ടും നോക്കണം. അതായത് പറഞ്ഞാല് ഇപ്പൊ ഇത് കണ്ട, അതായത് പറഞ്ഞാല് ഇവിടെ ഇപ്പൊ നമ്മള് BTC-യിൽ നമുക്കൊരു എൻട്രി ഇല്ല, വന്നിട്ടില്ല. ഞാൻ BTC എടുക്കാം. BTC-യിൽ നമുക്ക് ഇവിടെ നോക്കുന്ന സമയം നമുക്ക് എന്തായിട്ടില്ല, ഒരു എൻട്രി അവിടെ തന്നിട്ടില്ല. ഇവിടുന്ന് കഴിഞ്ഞ എൻട്രി ആയതാ. അതായത് ഈ സ്ഥലത്ത് നിന്ന് കംപ്ലീറ്റ് എൻട്രി. ഇത് കണ്ടു, മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ടീം ഉണ്ടാക്കിയതാണ്, പമ്പ് ചെയ്തതാണ്. ഇതുവരെ മാർക്കറ്റിൽ ഒരു സ്ട്രോങ് സെലർ ടീം താഴേക്ക്, ആ ടീം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ആ ടീം ഇതുവരെ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഈ മാനിപ്പുലേഷൻ ഒക്കെ നോക്കണം, നമ്മൾ എന്താണ് നടക്കുന്നത് ബാക്കിന്റെ നോക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഇത് മാത്രം നോക്കുമ്പോ ഇവിടെ ഇപ്പൊ എന്താണ്, ഇപ്പൊ ഈ ടൂളില്ല, നമ്മളെ മറ്റേ ടൂള് മാത്രം കൂട്ടാം. ഇത് മാത്രം നോക്കുമ്പോൾ ഇതിന്റെ ഫ്രണ്ട് എൻഡിൽ നടക്കുന്ന കാര്യങ്ങളാണ് കാണുന്നത്. രണ്ടും വേണം. ഫ്രണ്ട് എൻഡിൽ ഇപ്പം ഇവിടെ നിങ്ങൾക്കൊന്നും തിരിയുന്നില്ല. ഇവിടെ ഒക്കെ ഫ്രണ്ട് എൻഡിൽ കാര്യങ്ങൾ തന്നിട്ടുണ്ട്, കാൽക്കുലേഷൻ തന്നിട്ടുണ്ട്. എവിടെ എൻട്രി എടുക്കുന്ന കാര്യം കാൽക്കുലേഷൻ. ഇതിന്റെ ഇവിടുന്ന് ഇടം വരെ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ബാക്ക് എൻഡിൽ കണ്ട് ഒരു ടീം എൻട്രി മാർക്കറ്റ്, ഇത് രണ്ടുമാണ് സിസ്റ്റം. കാര്യങ്ങൾ സിസ്റ്റം നമ്മൾ ഇതിന്റെ രണ്ടിന്റെയും ഇത് വർക്കിംഗ് മാത്രം പഠിക്കാം. ബാക്കിയൊന്നും നമ്മൾ നോക്കണ്ട. ഇതിൽ പഠിക്കേണ്ടത് ഡാറ്റാ ബോക്സ് ആണ്. നമ്മൾ ഈ സിസ്റ്റത്തിൽ പഠിക്കേണ്ടത് അതിലെ ഡാറ്റാ ബോക്സ് ആണ്. ഈ രണ്ടിനും ഈ സിസ്റ്റം മാത്രം പഠിക്കാം. അത് വെച്ച് കാര്യങ്ങൾ നന്നാക്കാൻ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഇപ്പൊ ഗോൾഡ് തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ, അതായത് ഈ എൻട്രി നമുക്ക് ഇത് ഫുള്ളി ബിയറിഷിലേക്ക് വരും. ഇതിപ്പോ ഗ്രീൻ കാണുന്ന ഇവിടെ ഇത് ഒരു സെൽ എൻട്രി തന്നിട്ടുള്ളത്, കൺഫർമേഷൻ ആയിട്ടില്ല. ഈ മാർക്കറ്റ് ഈ സൈഡ് വേസ് ട്രെൻഡ് ആകുന്ന സമയം എന്താക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെൽ ഓർഡർ ഓട്ടോമാറ്റിക് വന്നതാണ്. ഇത് ഞാൻ കൊടുത്തതല്ല കേട്ടോ, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. അപ്പം ഈ സെൽ ഓർഡർ കൺഫേം ചെയ്യാന്ന് പറയുന്നത്, നമ്മൾ മറ്റേ ടൂള് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിലിപ്പോ നമുക്ക് ഇതുവരെ സ്ട്രോങ് സെല്ല് വന്നിട്ടില്ല. മാർക്കറ്റ് എന്താണ് ക്രാഷിലുണ്ട്. എത്ര ഒന്ന് ന്യൂസ് ടൈം ആവാനായി 6:30 ആകുമ്പോൾ ഇതൊരു ന്യൂസ് വരാനുണ്ട്. അപ്പൊ അത് അങ്ങനെ ഒരു ടീം ഇവിടുന്ന് എക്സിറ്റ് ആകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സിഗ്നൽ വരും. എക്സിറ്റ് ആണെങ്കിൽ ഇവിടെ സിഗ്നൽ വരും. ഇവിടുന്ന് ഈ ടീം പമ്പ് ചെയ്യാനാണെന്ന് ഇത് കാണും, നമുക്ക് സിഗ്നൽ കിട്ടിയിട്ടില്ല എന്താണെന്നുള്ളത്. ഈ ടീമാണ് ഇനി നെക്സ്റ്റ് ഡിസിഷൻ എടുക്കേണ്ടത്. ഇവിടെ ഈ ക്രാഷ് ഉണ്ടാക്കിയ ടീമാണ് ഇവിടെ ഡിസൈൻ ചെയ്യേണ്ടത്.
അവർ ഇതുവരെ ഡിസിഷൻ എടുത്തില്ല. ഇവിടുന്നതാ ഒരു ഇത് വന്നിട്ടുണ്ട്, സെല്ല് വന്നിട്ടുണ്ട്. ഇത് ഇപ്പൊ കണ്ട, ഇപ്പൊ സ്ട്രോങ് സെല്ല് എന്നിട്ട് ഇപ്പൊ വന്ന സീരിയൽ, ഇപ്പൊ ഇവിടെ സ്ട്രോങ് സെല്ല് എന്നിട്ട് സീരിയൽ. അപ്പൊ ഈ ടീം വീണ്ടും ഇവിടെ ക്രാഷ് ചെയ്യിക്കുന്നുണ്ട്. സ്ട്രോങ് സിഗ്നൽ എഴുതിയിട്ടുണ്ടോ? അതവിടെ സ്ട്രോങ് സിഗ്നൽ വന്നതാ. അപ്പൊ ഇനി കൺഫേം ആക്കാം. ഇതെവിടെ ഉണ്ട് സ്ട്രോങ് സിഗ്നൽ എന്നിട്ട്? സ്ട്രോങ് സെല്ല് അല്ലേ? സ്ട്രോങ് സെല്ല് എന്നിട്ട് വന്നു. സ്ട്രോങ് സെല്ല് എന്ന് പറയുമ്പോൾ സെല്ല് കൊടുത്തുവിടുന്ന അർത്ഥം. എടുത്ത് അതാ ഇപ്പൊ ഇത് പറഞ്ഞാൽ ഇത് ഈ സൈഡ് വൈസ് ആയതുകൊണ്ട് ഇത് എന്തായാലും നോക്കണം. ഇവിടെ ഒരു ക്രാഷ് വന്നു. ഇത് നോർമലായിട്ട് എക്സിറ്റ് ചെയ്തല്ലോ. നോർമൽ ഒരു എക്സിറ്റ് ആണെങ്കിൽ ഇതേപോലെ വരും. കണ്ട, ഇത് നോർമലായിട്ട് എക്സിറ്റ് ചെയ്തതാണ്, ക്രാഷ് അല്ല. ഇത് ക്രാഷ് ആക്കിയതാണ്. അപ്പൊ അടുത്ത ടീം, ആ ടീം ഇവിടെ ഉണ്ട്. ആ ടീം അടുത്ത ഡിസിഷൻ എടുക്കുന്നത് എവിടെയാണ്? ഇപ്പൊ സ്ട്രോങ് ആയിട്ട് ആ ടീമിനെ വീണ്ടും സ്ട്രോങ് ഡിസിഷൻ എടുത്തിട്ടുണ്ട്, സെല്ലിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ നേരത്തെ നമുക്ക് ആ കൺഫർമേഷൻ കിട്ടി, ആ എൻട്രി എടുത്തില്ലെങ്കിൽ ഇതാ ആ എൻട്രി നേരത്തെ എടുക്കുക. ആ എൻട്രി നമ്മൾ നേരത്തെ എടുത്തില്ലെങ്കിൽ അവിടെ നമുക്ക് ഇപ്പൊ ഒരു TP2 അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ടാർഗറ്റ് 2 അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പൊ ടാർഗറ്റ് 1 കത്തി. ടാർഗറ്റ് 1 ഇപ്പൊ അത് ഡിപ്പെൻസ് ഓൺ മാർക്കറ്റ് അങ്ങോട്ട് വരും. 8.5 7.5 രീതിയിൽ വരും. ഡിപ്പെൻഡ് മാർക്കറ്റ് അനുസരിച്ചാണ് കേട്ടോ. മാർക്കറ്റ് വോളിയം അനുസരിച്ച് ചെറിയ ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും മാർക്കറ്റിന്റെ. ഇപ്പൊ ഈ ഇതിൽ കാണുന്ന എല്ലാ ബ്രോക്കേഴ്സും നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്ത് തന്നെ ചെയ്യാം, ഒരു വ്യത്യാസമില്ല. അതന്നെ ഈ കാണുന്ന ബ്രോക്കേഴ്സ് എല്ലാം ഡയറക്റ്റ് കണക്ട് ചെയ്യാം. ഇതൊക്കെ ബ്രോക്കേഴ്സ് ആണ്. നെറ്റ് ഓൺ ജസ്റ്റ് ഓൺ ആക്കിയിട്ടാ ചെയ്യണ്ട. അതായത് ഇത് ഞാൻ പറഞ്ഞത് ഡെമോ കാണിച്ചുതരാം. ഒരു ഡെമോ കാണിച്ചുതരാം. ഇവിടെ ബ്രോക്കറായിട്ട് കണക്ട് ചെയ്യുക. എനിക്ക് ഇവിടെ ഇവിടെ ഒരു സെൽ എൻട്രി എടുത്തരാം. ഇവിടെ ഒരു സെൽ എടുക്കണം, ഇവിടെ കൊടുക്കുക. ഇവിടെ നിന്ന് നോക്കാം, ഇപ്പൊ മാർക്കറ്റിൽ തന്നെ എൻട്രി എടുക്കുക. കഴിക്ക പ്രോഫിറ്റ്. ഇതൊക്കെ മാനുവലായിട്ട് എഴുതണോ, ചെയ്യണോ? അല്ല, ഇത് മാത്രമേ മാനുവൽ ചെയ്യണ്ട. എൻട്രി എടുക്കുന്നത് എല്ലാം ബോട്ട് ചെയ്യാൻ പറ്റില്ല. അതെ, അത് 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 ഇത് മാത്രം മാനുവൽ ചെയ്യണതാ. SL എവിടെ വെക്കുക, ടാർഗറ്റ് എവിടെ കീപ്പ് ചെയ്യുക, ഇത് മാത്രം മാനുവൽ ചെയ്യാം. ഇത് മാത്രം മാനുവലി കൊണ്ട് സെറ്റ് ചെയ്താൽ മതി. ഇത് ഇവിടെ ഈസിയാണ്, മറ്റേ ചെയ്യുന്ന ചെയ്യാം. അതെടുത്തിട്ട് സ്ക്രീൻഷോട്ട് കൊടുക്കുക. അവിടെ എന്തായി? ഓപ്പൺ ആയി. അവിടെ സാധനം ഓപ്പൺ ആയി. ഇത്രയും വേണ്ടു ഈ ഒരു പരിപാടി. കൺഫർമേഷൻ കിട്ടി ഇത് നമ്മൾ ചെയ്താൽ മതി. വെച്ചാൽ ഈ കൺട്രോൾ നമ്മൾ പുറത്ത് ബോട്ടിന് കൊടുത്തുകൂടാ. ഇത് ബോട്ടിനൊക്കെ കൊടുക്കുക. പക്ഷെ ഈ സാധനം ബോട്ടിന് ചെയ്തുകൂടാ. ഇത് നമ്മൾ തന്നെ ചെയ്യണം. ഈ ഒരു സാധനം ഒരു എൻട്രി എടുത്താൽ മതി. അപ്പം ഈ രീതിയിൽ ഇത് വെറുതെ ഇത് തരാന്ന് മാത്രമല്ല, ഇതിന്റെ കൂടെ പക്കാ ഒരു ബ്ലൂപ്രിന്റ് സിസ്റ്റം കൂടെ നമ്മൾ തരുന്നുണ്ട്. അതായത് വെറുതെ നിങ്ങൾ ഇത് വെച്ച് മാത്രം ചെയ്യാന്നുള്ള സിസ്റ്റം അല്ല. ഇത് ഇതിന്റെ കൂടെ ഒരു 12 മാസത്തെ ഒരു ബ്ലൂപ്രിന്റ് ചാർട്ട്, ഓരോ മാസം എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, കാര്യങ്ങൾ എങ്ങനെ ഇതാക്കണം എന്നുള്ള ഒരു സിസ്റ്റം കൂടി ഇതിന്റെ പിന്നിൽ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിപ്പോ കണ്ട, ഇതിപ്പോ ഒരു 12 months ഒരു സിസ്റ്റം ആണ്. ഇത് വെറുതെ നമ്മൾ കാണുമ്പോ ഒരു കുറെ കാര്യങ്ങൾ ഉണ്ടാവുന്നേ ഉള്ളൂ. 12 മാസത്തെ കംപ്ലീറ്റ് സിസ്റ്റം ആണ്. ഇതൊരു ഇത് ഒരു $100 കൊണ്ട് ഈ സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. $100 ക്യാപിറ്റലില് 12 മാസം കൊണ്ട് ഒരു $558,500 ഒരു 585x നമുക്ക് വയ്ക്കാൻ പറ്റും. ഇത് ഒരു ദിവസം കൊണ്ട് മേക്ക് ചെയ്ത സിസ്റ്റം അല്ല, 365 ദിവസം കൊണ്ടാണ് ഈ സിസ്റ്റം മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ മാസം എന്ത് ചെയ്യണം, $100 ക്യാപിറ്റൽ ആണെങ്കിൽ എത്ര ടാർഗറ്റ്, അങ്ങനെ നിങ്ങൾ 12ാമത്തെ മാസത്തുമ്പോ അല്ലല്ല അത് മാറും. ഓരോ മാസം കഴിയുമ്പോൾ മാറും, ക്യാപിറ്റൽ മാറും. ഇതൊരു ബിസിനസ് ആണ്. എല്ലാ സമയം 5%. ഇത്രയും റിസ്ക് ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന എന്റെ അടുത്തൊരു സിസ്റ്റം കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾ $1 പ്രോഫിറ്റ് ഉള്ള ഈ സിസ്റ്റം വെച്ചുകൊണ്ട് $1 പ്രോഫിറ്റ് കിട്ടുന്ന ഒരു 1 lakh ട്രേഡ് നിങ്ങൾ 2 year കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. പ്രോഫിറ്റ് 1 lakh $1 പ്രോഫിറ്റ് കിട്ടുന്ന 1 ലക്ഷം ട്രേഡ് നിങ്ങൾ ഒരു 2 years കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. $100 ഉണ്ടോ? $100 ക്യാപിറ്റൽ $1 വയ്ക്കാൻ പറ്റുമല്ലോ. അതായത് ഇന്ത്യൻ മണി 10,000 വെച്ചുകൊണ്ട് നമുക്ക് ഡെയിലി ഒരു 70 രൂപ ഉണ്ടായിക്കൂടെ?
അല്ല ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യണം, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ തരുന്നത്. ഹ്യൂമൻലി ഉം. മാനുവലി ഒരു മനുഷ്യന് മാനുവലി അവരുടെ റിസ്ക് ആയിക്കോട്ടെ, അവരുടെ ഇമോഷണൽ ആയിക്കോട്ടെ, കാര്യങ്ങളൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇവിടെ ഉം. ഇപ്പൊ ഈ ട്രേഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എസ് എൽ ആണെങ്കിൽ എസ് എൽ ടാർഗറ്റ് ഈ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അടുത്തൊരു എൻട്രി കിട്ടുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യും. അതിന് ബൈ ആയിക്കോട്ടെ സെൽ ആയിക്കോട്ടെ, ഉം. അതാണ് വേണ്ടത്. പക്ഷെ അതാണ് അടുത്തൊരു എൻട്രി നമ്മൾ ആ സമയത്ത് നമ്മൾ വീണ്ടും ടൈപ്പ് ചെയ്ത് വെക്കണം അല്ലെ? അങ്ങനെ ആ സമയമാകുമ്പോൾ അടുത്ത എൻട്രി എടുക്കാൻ വെച്ചാൽ എപ്പോഴും കുറെ എൻട്രി എടുക്കാൻ സിസ്റ്റം പഠിപ്പിക്കുന്നില്ല. അതായത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഈ ഒരു ടാർഗറ്റ് മാത്രം ഇപ്പൊ ഇന്ന് എനിക്ക് $5, നിങ്ങൾക്ക് ഇപ്പൊ $5 ടാർഗറ്റ് സ്റ്റാർട്ടിങ് ഒരു വ്യക്തിക്ക് $100 കൊണ്ട് $5 ടാർഗറ്റ് ആണെങ്കിൽ $5 വേണ്ട ഒരു ട്രേഡ് കംപ്ലീറ്റ് ആവും. അന്ന് അവിടെ കംപ്ലീറ്റ് ആയി, അന്ന് ട്രേഡ് അവിടെ കംപ്ലീറ്റ് ആണ്. പിന്നെ നാളെ എടുത്താൽ മതി. പിന്നെ നാളെ എന്താണ് മാർക്കറ്റ് എന്താണ് അത് മാത്രം പിടിച്ചാൽ മതി, ചെയ്താൽ മതി. എല്ലാവർക്കും ഇല്ലാത്തൊരു പ്രശ്നമാണ്. അതായത് എത്രയാണ് ഡെയിലി മേക്ക് ചെയ്യുക, എത്ര ഇന്ന് ഉണ്ടാക്കാം, എത്ര ഇന്ന് ചെയ്യാം. വെച്ചാല് ആൾക്കാരെ മെന്റാലിറ്റി എന്ന് പറഞ്ഞാല് ആരും ട്രേഡ് എടുത്ത പാടെ ലോസിലേക്ക് കണ്ടിട്ടുണ്ടാവില്ല. $100 കണ്ടിട്ട് ലോസ് പോയ ആൾക്കാരുണ്ടാവും, $20 ലോസ് അടിച്ച ആൾക്കാരുണ്ടാവും, $50 ലോസ് അടിച്ച ആൾക്കാരുണ്ടാവും. ഈ 50 ഇവിടെ എന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് വരുന്ന പ്രോഫിറ്റ് ലോസ് ആയി പോകില്ല. ഈ ടാർഗറ്റ് എത്തിയ ഈ ടാർഗറ്റ് സേഫ് ആയി. ഞാൻ ഈ 4 ടീം സപ്പോസ് അന്ന് ഇപ്പൊ എസ് എൽ അടിച്ചാല് പിന്നെ എന്താ ചെയ്യാ? ഇന്ന് ഒരു എസ് എൽ വന്നു കഴിഞ്ഞാൽ അടുത്തൊരു എസ് എൽ വന്നു കഴിഞ്ഞാൽ അടുത്തൊരു എൻട്രിക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തൊരു എൻട്രി എന്താണെന്ന് വെയിറ്റ് ചെയ്യുക. അതായത് ഇന്നിപ്പോ ഇന്നത്തെ മാർക്കറ്റ് ഞാൻ പറഞ്ഞു ഇവിടെ കംപ്ലീറ്റ് ആയ ട്രേഡ് പറഞ്ഞത്. ഇന്നിപ്പോ ലാസ്റ്റ് ഗോൾഡിൽ കംപ്ലീറ്റ് ആയ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്നാണ് എസ് എൽ വന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ ഒരു ട്രേഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ ട്രേഡാണ്. മാർക്കറ്റ് ഈ കണ്ടീഷൻ ആയതാണ്, ചെറിയൊരു 1:1 ആണ്, അതായത് ടാർഗറ്റ് 1 ആണ്. ഇവിടെ ഒരു ടാർഗറ്റ് 4 കംപ്ലീറ്റ് ആയതാണ്. 3 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ലാസ്റ്റിൽ കംപ്ലീറ്റ് ആയതാണ്. ഇവിടെ ഒരു ഇത് കംപ്ലീറ്റ്, ഇവിടെ ഒരു ചെറിയ എസ് എൽ ഉണ്ട്, എസ് എൽ അടിച്ചിന് ചെറിയ, ഇത് കംപ്ലീറ്റ് ആയതാണ്. ഇതൊക്കെ അതായത് ട്രേഡ് അത്രയും ആക്രോസി ട്രേഡ്സ് ആണ് വരുന്നത് തന്നെ. ഈ മാർക്കറ്റ് ഇപ്പൊ ഗോൾഡ് ആയതുകൊണ്ട്, ഗോൾഡ് ഭയങ്കര ഫ്ലിക്വേഷൻ സംഭവിക്കുന്നതുകൊണ്ട് നല്ല നല്ല എൻട്രീസ് കിട്ടും. നല്ല എൻട്രീസ് ഗോൾഡിന് നല്ല മാറ്റങ്ങൾ. ഇതിപ്പോ നമ്മൾ മറ്റേ ടൂൾ എടുത്തു കഴിഞ്ഞാൽ ബാക്ക് എൻഡിൽ ഇപ്പൊ TP1 വരെ കാണിച്ചതാണ്. ജസ്റ്റ് ബാക്ക് എൻഡിൽ നമ്മളെ സെക്കൻഡ് ടൂൾ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്താൽ അതിന്റെ ബാക്ക് എൻഡിൽ ഇപ്പൊ നമുക്ക് സ്ട്രോങ് ടീം എന്താണെന്നുള്ളത് ബാക്ക് എൻഡിൽ പോയാൽ തിരിയും. ഇതൊരു ടീം എൻട്രി ആയിട്ടതാ ക്യാൻസർ മാർക്കറ്റിന്റെ കറന്റ് മാർക്കറ്റ് ബിയറിഷിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളുണ്ട്, സേഫ് ആണ് കാര്യങ്ങൾ. അപ്പൊ ഇവിടെ വെയിറ്റ് ചെയ്യാം. സ്ട്രോങ് ആയിട്ട് ഒരു ടീം എൻട്രി ആകുന്നുണ്ടെന്നല്ലേ, ക്രാഷ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ മാർക്കറ്റ് 4076 ഉള്ളത് അല്ലേ? എത്ര നമ്മളെ ടാർഗറ്റ് എത്ര അതിൽ പറയുന്നു? ഇതിൽ ഞാൻ ഇപ്പം കൊടുത്തിട്ടില്ല. ഞാൻ കൊടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എക്സാമ്പിൾ TP4 കൊടുത്തിട്ടുണ്ട്. ഞാൻ 4 എത്ര വരുന്നത്? 4000 TP4 എടുത്ത് 453 അല്ലേ? ഏകദേശം 30 പോയിന്റ്. 53 ഞാൻ കൊടുത്തിട്ടുള്ളത്. അല്ല ഇവര് ഇത് കാണിക്കുന്നത് അത്രയല്ലേ? എത്ര 53 അല്ലേ കാണിക്കുന്നു? യെസ് 53 ആണ്. എസ് എൽ എത്ര വരുന്നത്? എസ് എൽ വരുന്നത് 94 ഒരു 8 പോയിന്റ്. 8 പോയിന്റ് 1:3 അത് ഓരോന്നിലും മാറും കേട്ടോ, മാർക്കറ്റ് അനുസരിച്ചാണ്. ഇത് ഈ മാർക്കറ്റ് ആയതുകൊണ്ടാണ് ഈ എസ് എൽ ഇല്ലാത്തത്. ഇതിപ്പോ ഇവിടെ ഈ സൈഡ് വേസ് ട്രെൻഡ് ആയതുകൊണ്ടാണ് ഈ ട്രെൻഡിന്റെ നേരെ മേലെ തന്നെ എസ് എൽ വന്നിട്ടുള്ളത്. അഥവാ ഇനി ഒരു നെഗറ്റീവ് ആണെങ്കിൽ വലിയ ലോസ് വന്നുകൂടാ. അത് നമ്മൾ അതിന് സെറ്റ് ചെയ്ത് വെച്ച സിസ്റ്റം ഉണ്ട്. നമുക്കറിയാം ഈ മാനിപ്പുലേഷൻ മാർക്കറ്റിൽ ഒരു കാര്യം വന്നു, അതായത് അപ്പൊ ഇവിടെ നിന്ന് പെട്ടെന്ന് ഒരു സഡൻ മൂവ്മെന്റ് മേലിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ എസ് എൽ വന്നുകൂടാ. അതാണ് അത്ര ആ ഒരു രീതിയിൽ വരുന്നത്. അപ്പൊ ഓരോ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് കാര്യങ്ങൾ മാറും. എല്ലാം ഒരേ മാർക്കറ്റില്ല, ഇന്നത്തെ നാളെ ഉണ്ടാവില്ല. അപ്പൊ അതിനനുസരിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവില്ല. എല്ലാം ഒരു എന്താ പറയാ ടെംപ്ലേറ്റ് പോലെ കാര്യങ്ങൾ നടക്കൂല. എല്ലാം ടെംപ്ലേറ്റ് സിസ്റ്റം അല്ല. അപ്പൊ നമ്മൾ ഇത് വാച്ച് ചെയ്യാൻ ഇരിക്കുന്ന സമയം കാര്യങ്ങൾ സിസ്റ്റം നോക്കാം. മാനുവലായിട്ട് ചെയ്യണ്ട. നമുക്ക് മാനുവലി ഇപ്പൊ നിങ്ങൾ ന്യൂസും കാര്യങ്ങളൊക്കെ
ഇതൊക്കെ ഈ പണിയെടുക്കുന്നുണ്ട്. അതിനെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പൊ ഇവിടെ മാർക്കറ്റ് ഇറങ്ങലായി. ഞാനിപ്പോ എടുത്തത് എൻട്രി ഇവിടെ തന്നെയാണ്. അതാ TP1 തന്നെയാണ് എൻട്രി എടുത്തത് തന്നെ. ഞാൻ സ്ട്രോങ് ഞാൻ അപ്പുറം നോക്കുന്ന സമയത്ത് അത് TP1 ഞാൻ അപ്പുറം നോക്കിയ സമയത്ത് ഓൾറെഡി ആ മാനിപ്പുലേഷൻ മാർക്കറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി നോക്കിയത്. മാർക്കറ്റ് കണ്ട ഒരു സ്ട്രോങ് സെല്ല് വന്നു. അവിടെ നിന്നാണ് ഞാൻ എന്താക്കിയത് കൺഫേം ചെയ്ത് ഓക്കെ TP1 നടത്തുന്നത് $2 പ്രോഫിറ്റ്. ഇപ്പൊ എനിക്ക് $5 പ്രോഫിറ്റ് ആണ് അവിടെ എക്സിറ്റ് ചെയ്യാം. ഇല്ല അതല്ല ടാർഗറ്റ് നിങ്ങൾ ഓരോ ടാർഗറ്റ് ഉണ്ടാവില്ല. തുടക്കക്കാരന് ഇപ്പൊ തുടക്കത്തിൽ ഒരാൾ $100 വെച്ചിട്ട് $5 ടാർഗറ്റ് ആണ് എക്സിറ്റ് ചെയ്യാം. മനസ്സിലായോ? നമുക്കത് നമ്മൾ ലക്ഷ്യം എത്രയാണ് അത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിർത്തണം. എല്ലാവരും പ്രശ്നം മാർക്കറ്റിലുള്ള പ്രശ്നം അവർക്ക് ലക്ഷ്യം എത്രയാണെന്ന് അവർക്കറിയില്ല. ഞാൻ ഇന്ന് എത്ര ചെയ്യണം. സാധാരണ ഇന്നിപ്പോ ഒരു പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താക്കും ആള് ഓക്കെ ഇന്നൊരു $100 കിട്ടി എന്നാ അടുത്തൊരു ട്രേഡ് കൂടി എടുക്കാം, വീണ്ടും ഒരു ട്രേഡ് എടുക്കാം. ഇത് ചിന്താഗതി തന്നെയാണ്. അതല്ല ഒരു SL വന്നു, SL വന്നു കഴിഞ്ഞാൽ അടുത്തൊരു ട്രേഡ് എടുക്കാൻ ഓട്ടോമാറ്റിക്കാര് പോകും. SL റിക്കവർ ചെയ്യണം എങ്ങനെയാണ്? ഇത് മനുഷ്യന്മാര് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് അത് അങ്ങനെ പോകും. ആ സിസ്റ്റം അങ്ങനെ പോകും. അത് നമ്മൾ എത്ര വേണ്ട എത്ര നമുക്ക് മാറ്റണം എന്ന് വിചാരിച്ചാലൊന്നും അത് മാറൂല. ആ സിസ്റ്റം ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് തന്നെ പോകും. അപ്പൊ ഇതിന്റെ സെന്ററിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ വേണം? അതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം വേണം. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം ഏതാ ചെറിയ TP1 കയറിയിട്ടുണ്ട്. അതെന്താ അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താ സൈഡ് വൈസ് ട്രെൻഡ് ആകുമ്പോൾ എപ്പോഴും ആണെങ്കിൽ ഒരു സപ്പോർട്ട് എടുക്കുന്നത് ആവാൻ പറ്റും. TP1 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇല്ലതാ അടുത്ത് ഇറങ്ങി മാർക്കറ്റ് കൊണ്ട് ഇറങ്ങി ഇറങ്ങറ. ഞാൻ പറഞ്ഞത് ന്യൂസ് ടൈം ഞാൻ പറഞ്ഞത് ഇത് വരാനുണ്ട്. ഞങ്ങൾക്കത് അറിയാം. ഈ ടീം തന്നെയാണ് ഇത് ഇറക്കുന്നുള്ളത്. ഇപ്പൊ ഈ സെയിം ടീം തന്നെയാണ് മാർക്കറ്റ് അതിപ്പോ ഇതാക്കിയിട്ടുള്ളത്. ഇത് ധൈര്യമായിട്ട് ഇത് മാനിപ്പുലേഷൻ ഇതിപ്പോ ധൈര്യമായിട്ട് നമ്മളിപ്പോ പ്ലേസ് ചെയ്തില്ല കാര്യങ്ങൾ. ധൈര്യമായിട്ട് കാര്യങ്ങൾ അവിടെ പ്ലേസ് ചെയ്തല്ലോ. ഇപ്പൊ ധൈര്യമായിട്ട് അവിടെ സാധാരണ എടുക്കാൻ പാടില്ല. ഏതാ അല്ല സാധാരണ സെല്ല് വരൂല. സാധാരണ വരുത്തുന്ന പറഞ്ഞാൽ ഇതേപോലത്തെ ബിയറിന്റെ ചിഹ്നം ഇത് കണ്ടോ? അവിടെ ഒരു ബിയറിന്റെ ചിഹ്നാണ് വരുന്നത്. ക്രാഷ് നോക്കണ്ട, അത് പൊട്ടി പോകും മാർക്കറ്റ്. ക്രാഷ് ഒന്നുമില്ല ഇവിടെ. ക്രാഷ് എന്ന് പറഞ്ഞാ അങ്ങനെ എഴുത്ത് വന്നാലേ അങ്ങനെ പൊട്ടി പോകുന്നർത്ഥം. അതാ എഴുത്ത് വരികയാണെങ്കിൽ ആ ഏരിയ പൊട്ടിപ്പോവും. അതായത് ഒരു ടീം തന്നെയാണ്. ഇത് കണ്ട ഇവിടെ കണ്ട ഇതൊക്കെ ചെറിയ ഇതൊക്കെ വന്നിട്ടുണ്ട്. മേലേക്ക് പമ്പ് ചെയ്യുന്ന വന്നിട്ട് സീരിയൽ വന്നിട്ട് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ടീം അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ചതാ ഇവിടുന്ന് ഇങ്ങനെ പൊട്ടിച്ച് താഴേക്ക് വന്ന് ഇവിടെ ചെറുങ്ങനെ ഇവിടെ സൈഡ് വൈസ് ട്രെൻഡ് കൊണ്ടുവന്നു. ഇവിടെ അതാ എന്നിട്ട് ഇവിടെ ചെറിയൊരു സൈഡ് വൈസ് ട്രെൻഡ് കൊണ്ടുവന്നിട്ടുണ്ട് അവര്. അതിനുശേഷം അതാ അവിടെ വീണ്ടും പമ്പ് ചെയ്യിച്ച് മാർക്കറ്റ്. ഇതാ അങ്ങനെയല്ല. എങ്ങനെ SL അടിക്കൂലെന്ന് നമുക്ക് ഓൾറെഡി ഇവിടുന്ന് ടാർഗറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? ഈ മാനിപ്പുലേഷൻ എൻട്രി ഈ പോയിന്റ് എൻട്രി വന്നിട്ടുണ്ടോ? ഫസ്റ്റ് എൻട്രി കിട്ടും നമുക്ക് മറ്റേ സിസ്റ്റത്തില്. ബാക്കെൻഡ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ബാക്കെൻഡ് വാച്ച് ചെയ്യാം. കാര്യങ്ങൾ ഓരോന്നും ബാക്കെൻഡ് വാച്ച് ചെയ്ത് ഇപ്പൊ ഓക്കെ ഇപ്പൊ ഇവിടെ നമ്മളെ സിസ്റ്റത്തിൽ ഇപ്പൊ എനിക്ക് $5 പ്രോഫിറ്റ് ആണെങ്കിൽ എന്റെ ടാർഗറ്റ് ഇതാ $5 പ്രോഫിറ്റ് എത്തി. അതെ $10 $5 ഞാൻ ക്ലോസ് ചെയ്തു. എന്റെ പ്രോഫിറ്റ് ഞാൻ സേവ് ചെയ്ത് മതി. എന്റെ ട്രേഡ് കംപ്ലീറ്റ് ആയി. ഇതാണ് ഒരു ട്രേഡ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ നിലവിലെ ബാക്കെൻഡ് എങ്ങനെയാണ്? ഇതിന്റെ ബാക്കെൻഡ് എങ്ങനെയാ ഉദ്ദേശിച്ചത്? അല്ല ഇപ്പൊ നിലവിൽ ഇപ്പൊ അതിന്റെ ക്രാഷ് ഇപ്പൊ ഉണ്ടോന്ന് അറിയാം. നിലവിൽ ഇതിന്റെ ബാക്കെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കെൻഡ് നടക്കുന്നത്
നിലവിൽ സ്ട്രോങ് സെല്ലിലാണുള്ളത്. കറന്റ് മാർക്കറ്റ് സിറ്റുവേഷൻ ബിയറിഷ് ആണ്. കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഇവിടെ. ഇതൊന്നും പഠിക്കാനുണ്ട്, പഠിപ്പിച്ചു തരും ഇതാണെന്നുള്ളത്. അപ്പൊ ഞാനിപ്പോ മറ്റേതിന് ഏകദേശം ഒരു ടാർഗറ്റ് 2 കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും വിചാരിക്കും. നമുക്ക് എനിക്കിപ്പോ ഒരു കറക്റ്റ് വാല്യൂ എത്രയാണ് എടുക്കേണ്ട കാര്യങ്ങൾ എനിക്ക് കറക്റ്റ് ഐഡിയ ഉണ്ടായിരുന്നു. എനിക്ക് ഓക്കെ, എനിക്ക് $5 മതി, എനിക്ക് അതിൽ കൂടുതൽ വേണ്ട. നമുക്ക് ടാർഗറ്റിൽ അറിയേണ്ടത് ഇതാ, ടാർഗറ്റ് 2 എത്തി, ടാർഗറ്റ് 3 എത്തിയിട്ട് മുന്തിയതാണ്. ടാർഗറ്റ് 3 എത്തിയിട്ടുണ്ട്. 453 അല്ലേ? ടാർഗറ്റ് 3 എത്തി. ഇതാണ് ലൈവായിട്ട് നടന്ന എൻട്രിയാണ്. നമ്മളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഓൾമോസ്റ്റ് ഒരു 25 മിനിറ്റ് ആയിട്ട് ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു എൻട്രി കിട്ടിയാൽ മതി. അത്രയും മതി. ഞാൻ അത്രയും പറയുന്നുള്ളൂ, സ്റ്റുഡൻസിന് പറയുന്ന കാര്യമാണ്. ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു എൻട്രി കംപ്ലീറ്റ് ആകുമെന്ന് പറയുന്നത് ടെൻഷൻ ഇല്ലാതെ ഒരു എൻട്രി കംപ്ലീറ്റ് ആവും. ഇതിപ്പോ ഓൾറെഡി TP3 കംപ്ലീറ്റ് ആയി, ഇത് ഫുള്ള് കംപ്ലീറ്റ് ആവും. ഇത് കംപ്ലീറ്റ് ആകുന്നുണ്ടെങ്കിൽ തന്നെ ഇത് ഇവിടുന്ന് നല്ലൊരു ഹൈക്ക് ഉണ്ടാവും. വെച്ചാല് ഇത് ന്യൂസ് ടൈമിലേക്ക് പോയാണ് മാർക്കറ്റ്. ഈ മാർക്കറ്റ് ഈ ഒരു ഡിപ്പിങ് വരുന്നത്, അതായത് ഇന്ന് ന്യൂസ് ടൈം വരുന്നുണ്ട് മാർക്കറ്റിൽ. അപ്പൊ അതിന്റെ ഒരു ഇതിലേക്ക് മാർക്കറ്റ് ഇങ്ങനെ മാറുകയാണ് ചെയ്യുന്നത്, പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ന്യൂസ് ടൈമിലേക്ക് മാർക്കറ്റ് എൻട്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചോദിക്കുന്ന ഇപ്പൊ വെച്ചാൽ ഇപ്പൊ നിങ്ങളെ ടാർഗറ്റ് 3 എത്തി, ഇനിയിപ്പോ 4 എത്തുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണോ അതോ എങ്ങനെയാണ്? ഇതിപ്പോ ടാർഗറ്റ് 3 എത്തിയില്ല. സാധാരണ 3 ടാർഗറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഇത് ട്രേഡ് നടക്കൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ടാർഗറ്റ് 3 എത്തിയല്ലോ, ടാർഗറ്റ് 1 എത്തുമ്പോ മെസ്സൽ ഓട്ടോമാറ്റിക്കലി 4 TP സെറ്റ് ചെയ്യാം. അതായത് 4 TP 4 SL കഴിഞ്ഞ സമയം ഇവിടുന്ന് എങ്ങനെ ട്രേഡ് നടക്കുന്ന വെച്ചാല് 4 സെറ്റ് ചെയ്യാം. അതായത് ഇനി ഇവിടെ നിന്ന് ഇനിയിപ്പോ ഇതിന്റെ ട്രേഡ് TP3 എത്തി കഴിഞ്ഞാല് ഇനി ഈ TP3 മുതൽ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഈ ഇവിടം വരെ പ്രോഫിറ്റ് കിട്ടി, നമുക്ക് ഓൾറെഡി കിട്ടി, അക്കൗണ്ട് കിട്ടും. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ട്രേഡ് നടക്കണം. ഇനി അഥവാ ഇതിന് മേലെ പോയാണെങ്കിൽ അവിടെ ക്ലോസ് ആവും ട്രേഡ്. മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ പോകുന്നതിന് കാത്തിക്കണ്ട. അതിനാണ് ഈ 4 TP. ഇവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാല് ഓക്കെ, ഈ SL എന്ന് പറയുന്നത് ഈ ഇവിടം വരെയുള്ള TPക്കാണ്. ഈ TP കംപ്ലീറ്റ് ആയ SL ഓട്ടോമാറ്റിക്കലി ഇവിടത്തേക്ക് സെറ്റ് ആക്കണം. ഓട്ടോമാറ്റിക് സെറ്റ് ആക്കാൻ പറ്റുമോ? അതൊക്കെ ഓരോ ബ്രോക്കറിലും അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരും. അതായത് 4 TP, എല്ലാ TP നമ്മൾ ആദ്യം തന്നെ എല്ലാ TP-യും TP2 എല്ലാത്തിലും അടിക്കും. റിവേഴ്സൽ പോയിട്ട് വരുന്ന ഏരിയകളാണ് TP2 ഒക്കെ. എല്ലാ ട്രേഡും TP2 എല്ലാ ട്രേഡും TP2 കംപ്ലീറ്റ് ആവും. ഇന്ത്യൻ മാർക്കറ്റിൽ എങ്ങനെ? ഇന്ത്യൻ മാർക്കറ്റ് ചെയ്താൽ നിഫ്റ്റി ഇന്നത്തെ കാണിച്ചു തരാം. നിഫ്റ്റി ഒക്കെ നല്ല നിഫ്റ്റി 50 ഇന്നത്തെ സിസ്റ്റവും. നിഫ്റ്റിയിൽ ഇപ്പൊ TP2 കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതിപ്പോ നാളെ ഇതിന്റെ ഒരു ബാക്കിനെ കൂടി ഞാൻ പറഞ്ഞത്, നാളെ എന്താണ് സംഭവിക്കാന്നുള്ളത് ഞാൻ പറഞ്ഞു. നാളത്തെ ഒരു എന്താണ് നമുക്ക് നോക്കി നോക്കാം, ബാക്കിന്റെ എന്താണ് നോക്കി നോക്കാം, നമുക്ക് നാളത്തെ എന്താണെന്നുള്ളത്. എന്താണ് ഇപ്പൊ നടന്നത് നോക്കാം നമുക്ക്. ഓക്കെ, ഇപ്പൊ നടന്നിട്ടുള്ളത് ഇത് കണ്ട, ഇവിടുന്ന് ഒരു ടീം എൻട്രി ആയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ടീം മാർക്കറ്റ് ക്രാഷ് ആക്കി, ഒരു ടീം ക്രാഷ് ആക്കിയിട്ടുണ്ട്. ഒരു ടീം ആ ടീം കൂടെ എൻട്രി ആയിട്ട് വന്നു. മാർക്കറ്റ് ഇവിടുന്ന് ഇപ്പോ ബിയറിഷ് തന്നെയാണ് കറന്റ് മാർക്കറ്റ് ഉള്ളത്. പക്ഷെ 50% ബുള്ളിഷിലേക്ക് മാർക്കറ്റ് നിൽക്കുന്നതാണ്, എൻട്രി നിൽക്കുന്നത് തന്നെ. അപ്പൊ ഇവിടുന്ന് മാർക്കറ്റ് മേലിലേക്ക് ആ ഒരു ഏരിയയിൽ നിന്നിട്ട് പമ്പിങ് നടക്കാൻ കാണുന്നുണ്ട്. റിവേഴ്സലായിരിക്കും ഉണ്ടാവില്ല മാക്സിമം. ഓൾറെഡി TP2 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷെ കറന്റ് ബിയറിഷ് തന്നെയാണ്. ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ട് അവിടെ നിന്ന് പോകും. ആ ടാർഗറ്റ് ഇവിടെ നിന്ന് ഈ ടാർഗറ്റ് എന്താവും, ഈ ടാർഗറ്റ് നമുക്ക് ഓർഡർ വന്നിന് സെൽ ഓർഡർ ഏകദേശം ഒരു 1:20 1 എൻട്രിയാ, 1:20 1 എൻട്രിയാ. ഇതാ ഇന്ന് 1:20 1 എൻട്രി,
ഇവിടെ ഇത് ഇന്ന് രാവിലെ 10:45 എൻട്രി. 10:45 രാവിലെ എത്ര 23,100 രാവിലത്തെ എൻട്രിയാ. സെല്ല് എത്രയിലാ വന്നിനി? സെല്ല് വന്നത് ഏകദേശം 23,244. ഇന്ന് എത്ര സെല്ല് വന്നിനി? ഇതിൽ എൻട്രി അല്ലേ, സെൽ എൻട്രി അല്ലേ? സെൽ എൻട്രി 23,244. സെല്ല് എൻട്രി വന്നിട്ടുണ്ടല്ലോ 23,244 വന്നിട്ട് ടാർഗറ്റ് ഇപ്പൊ ടാർഗറ്റ് ഇപ്പൊ അടിച്ചത് TP2 കംപ്ലീറ്റ് ചെയ്ത സെക്കൻഡ് അടിച്ചു. സെക്കൻഡ് അടിച്ച് 23,151 വരെ അടിച്ച്. സെക്കൻഡ് എത്ര മണിക്ക് വന്ന്? ഏകദേശം 1:20. 1:20 ഇന്ന് ഒരു സെല്ല് മാത്രമാണ് വന്നിന് നിഫ്റ്റിയില്. ഇന്ന് രാവിലെ മോർണിംഗ് ഒരു ബൈ ഉണ്ടായിരുന്നു. എവിടെ? ഇവിടെ ഒരു എൻട്രി വന്നിട്ടുണ്ട്. അവിടെ ബൈന്ന് കാണിക്കുന്നില്ല. എറോ മാർക്കറ്റ് അത് മാർക്കറ്റ് മാറുന്ന സമയത്ത് സാധനം ഇത് പുതിയ മാർക്കറ്റിൽ വരും. ഇത് സിഗ്നൽ കണ്ട ഇപ്പൊ സെല്ല് വരുമ്പോ നീ ബ്ലാക്ക് കാണിക്കല് കണ്ട. ബൈ വന്നിട്ടുണ്ടോ അവിടെ? ഇവിടെ രാവിലെ 10:30 ബൈ വന്ന് കംപ്ലീറ്റ് ആയതാണ്. ബൈ വന്നതാണ് രാവിലെ. ബ്ലൂ എയർ കണ്ട ഇവിടെ. ഇവിടെ കണ്ട ബ്ലാക്ക് മറ്റേ എറോ മാർക്ക് അല്ലേ? ഇതൊക്കെ പുതിയ മാർക്കറ്റ് വരുമ്പോഴാണ് ഈ സാധനം വരുന്നത്. അടുത്ത മാർക്കറ്റ് താഴത്തേക്ക് മാറും. ഇതിപ്പോ ഇന്നലെ ക്ലോസ് ചെയ്തതാണ്. അതാണുള്ളത്. ചെയ്യാ BTC 3 മാർക്കറ്റും ചെയ്യാം. 3 മാർക്കറ്റിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. 3 മാർക്കറ്റ്, ഒന്ന് ഇന്ത്യൻ മാർക്കറ്റ്, ഒന്ന് ഫോറക്സും, പിന്നെ എന്താണ് ക്രിപ്റ്റോളും ചെയ്യാൻ. ക്രിപ്റ്റോ BTC ഇതിപ്പോ ലൈവായിട്ട് നടന്ന എൻട്രി ആണ്. BTCയിലൊക്കെ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് നടക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാല് സിസ്റ്റത്തിൽ എന്നല്ലേ സെല്ല് വന്നിട്ടുണ്ടല്ലോ. ഇത് കണ്ടില്ലേ? ടാർഗറ്റ് 3 അടിച്ചിട്ടുണ്ടല്ലേ? ഇതിപ്പം ഇതിന്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ട്രോങ് സെല്ലുടെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ? എന്താണ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. കണ്ടില്ലേ? എത്തീരിയത്തിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. എത്തീരിയം കംപ്ലീറ്റ് ടാർഗറ്റ് അച്ചീവ് ആയില്ലേ? എത്തീരിയം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 3 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 3 കംപ്ലീറ്റ് ആണ്. 2 ഉറപ്പായിട്ട് എല്ലാവരും പോകുന്നുണ്ടല്ലേ? അതെല്ലാത്തിലും വരും. 2 അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിവേഴ്സൽ വരണമെങ്കിൽ വരെ 2 വരണം. ഒരു മാർക്കറ്റ് റിവേഴ്സൽ അടിക്കണമെങ്കിൽ തന്നെ ഇടം വന്നിട്ട് റിവേഴ്സൽ പോകും. നമ്മളിപ്പോ നോക്കി, ഇപ്പൊ 3 മാർക്കറ്റിൽ നോക്കി എല്ലാത്തിലും 2 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 3 എത്തി. അപ്പൊ നമ്മള് 2 കംപ്ലീറ്റ് ആയാലും പിന്നെ നമ്മള് അടുത്ത താരോട്ടൊക്കെ വരുമ്പോ കംപ്ലീറ്റ് ആയിട്ട് SL വെച്ച് കൊടുക്കണം അല്ലേ? മതി. എന്നിട്ട് ടാർഗറ്റ് അങ്ങ് സെറ്റ് ആക്കി മാറ്റി വെച്ച് കൊടുക്കണം. അത് നമ്മൾ പറഞ്ഞുതരും. നമ്മൾ ടെക്നിക്കൽ പറഞ്ഞുതരും. ഉണ്ടാവും. നിങ്ങൾ എന്തായാലും ഒറ്റയ്ക്ക് ഇതാക്കൂല. സിസ്റ്റം പറഞ്ഞുതരും. പിന്നെ കോസ്റ്റോ
നിങ്ങളെ സ്ഥലം എവിടെയാണ്? ഞങ്ങൾ കാലിക്കറ്റ് ആണ്, ഓഫീസിൽ നിന്ന് കാലിക്കറ്റ് ആണ്. ശരിക്കും സ്ഥലം എവിടെ? എന്റെ പ്രോപ്പർ കണ്ണൂരാണ്. അന്ന് നമ്മൾ സംസാരിച്ചു, നിങ്ങൾ തായ്ഞ്ഞേരിയല്ലേ? ഇല്ല ഇല്ല അല്ലേ? ഇല്ല ഇല്ല. കണ്ണൂർ എവിടെ? നിങ്ങളുടെ സ്ഥലം? ആ, പയ്യന്നൂര്. അത് ശരി. നിങ്ങളോ? ഞാൻ കണ്ണൂർ തന്നെയാണ്. പ്രോപ്പർ കണ്ണൂരാ? ആ. ഓ ഓ, എന്താ പേരെന്ത്? വസീം. വസീം. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളിപ്പോ ഓൾറെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എത്രയായിപ്പോ ഇതിലൊക്കെ ചെയ്യുന്നത്? ഞാനിപ്പോ ഇന്ത്യൻ മാർക്കറ്റിൽ ഇങ്ങനെ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ചൊക്കെ ലോസ് നമ്മൾ നിർത്തിയാന്ന് ഇപ്പൊ കുറെ ചെയ്തിട്ട്. ഇനി ഇത് പ്രോപ്പർ സിസ്റ്റം ആണ്, അതായത് ഇനി ഇത് ഇങ്ങനെയാണ് മാർക്കറ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഇതിൽ പറ്റും. ഓപ്ഷൻ കിട്ടോ? നിഫ്റ്റി ഓപ്ഷൻ്റെ എല്ലാം ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് ഉണ്ട്. നിഫ്റ്റി ഓപ്ഷൻസ് ഉണ്ടല്ലേ? ഓപ്ഷൻസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാൻ മുമ്പ് ഇതുപോലത്തെ ഒരു സോഫ്റ്റ്വെയർ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പോയെന്തേ കൂട്ടിയിട്ട് പോയിട്ടോ. ഞാനേ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുപ്പിക്കാം. ഞാൻ ഉണ്ടല്ലോ നിഫ്റ്റി 50 അല്ല, ഓപ്ഷൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓപ്ഷൻസ് കാണിച്ചു തരാം. ഓക്കെ. ഓപ്ഷനിൽ നമ്മൾ പ്രീമിയം നമ്മൾ സെലക്ട് ചെയ്യണം. നിഫ്റ്റി 50 ഓപ്ഷൻ അല്ല, ആ, പ്രീമിയം ഉണ്ട്. നമുക്ക് ഡാറ്റ പ്രീമിയം തന്നെയാണ് ഉണ്ടാവല്. നിഫ്റ്റി 50 അല്ലേ? പ്രൈസ് എത്രയാണ്? അതാ ചോദിക്കുന്നത്, ഇവര് കാണിച്ചു തരുമോ? നമുക്ക് എടുക്കാം. ഇന്നത്തെ സ്ട്രൈക്ക് പ്രൈസ് നമുക്ക് ഏകദേശം എടുക്കും. ഇന്നത്തെ മാർക്കറ്റ് നിഫ്റ്റി എത്രയാണ്? ഒരു മിനിറ്റ്. 23,200 ഒരു 161, ഒരു 150 അതിന്റെ ഉള്ളിൽ എടുക്കാം. അതായത് ഇപ്പൊ ഇന്നത്തെ ഞാൻ എടുത്തു തരാം. ഏകദേശം നമുക്ക് എന്ന് വെച്ചാല് സെപ്പറേറ്റ് ചാർട്ട് ഓണായി. ഇതിപ്പോ ഏതാ ഓപ്ഷൻ? 23,150. ആ, 16 സെപ്പറേറ്റ് ചാർട്ട്. ഇതൊക്കെ നേരത്തെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എൻട്രി നമുക്ക് നേരത്തെ വരും. ഇത് കണ്ട നമുക്ക് ഓപ്ഷനൊക്കെ ചെയ്യാം. ഇപ്പൊ മറ്റേതൊന്നും ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അതിലറിയായിരിക്കും, അതിലൊരു ബെറ്റിങ് നടക്കുന്ന പോലെ നടക്കല് കാര്യങ്ങൾ വളരെ ഫാസ്റ്റ് ആണ്. ഇതിപ്പോ ഇന്ന് എങ്ങനെയാ വന്നിട്ട് സെല്ലാ വന്നിന് നിമിഷം? ഇന്നുണ്ട്, സെല്ലുണ്ട്. സെല്ല് വന്നിട്ടുണ്ട് ഓൾറെഡി. റോളാ വന്നിട്ടുള്ളത്. നമ്മളിപ്പോ 23 വരുമ്പോ കോൾ ഓപ്ഷൻ എടുത്തല്ലേ, അപ്പൊ നമ്മൾ ബൈ ചെയ്യുമോ? അത് വന്നത് വരും. ഇവിടെ ഹ്യൂജ് പ്രോഫിറ്റ് ആണ് ഇവിടെ ഇപ്പൊ ഇത് വന്നിട്ടുള്ളത്. അത് എവിടെ വെച്ചാൽ വഴി എടുക്കാൻ പറഞ്ഞു? അതിന്റെ എയറോ മാർക്ക് എവിടെ കാണുന്നില്ല? ഇവിടെയാണ് എൻട്രി ചെയ്ത ഈ പോയിന്റിൽ. പക്ഷെ അവിടെ എയറോ മാർക്ക് വന്നിനാ? വന്നിന് എൻട്രി വന്നിട്ടുണ്ട്. എയറോ മാർക്ക് ഇത് നിഫ്റ്റി ഇതിൽ വരുമ്പോ, ഓപ്ഷൻസ് വരുമ്പോ എയറോ മാർക്ക് ഇവിടെ തന്നെ, ഈ എൻട്രി തന്നെ എടുക്കാം. ഓരോന്നിലും മാറുമ്പോ വ്യത്യാസം വരും. എയറോ മാർക്ക് വരുമ്പോ ബൈ എടുക്കണ്ടേ? അല്ലല്ല, ഇതിൽ എൻട്രി വരുമ്പോ തന്നെ എടുക്കാം. ഓരോന്നിലും ഓരോ ഇതിലാണ്. ഇത് ബെറ്റിംഗ് ആണ് നടക്കുന്നത്. ഇതിൽ നടക്കുന്നത് ബെറ്റിംഗ് ആണ്. അപ്പൊ ഓരോ സിസ്റ്റം അതിൽ മാറുമ്പോ എൻട്രിയുടെ കാര്യങ്ങൾ മാറും. ഇത് കണ്ട, ഇവിടെ ആദ്യം സിഗ്നൽ വന്നു. നമുക്കൊരു ബൈ എടുക്കാനുള്ള സിഗ്നൽ നേരത്തെ വരും, മുൻകൂട്ടി വരും. അതായത് ഏകദേശം ഒരു എന്താ പറയാ, മറ്റേലൊക്കെ അടുത്ത് വരുന്നത് ഇത് ഓൾമോസ്റ്റ് 2 മുന്നേ വരും സിഗ്നൽ. 2 മണിക്കൂർ മുമ്പോ? കുറച്ച് നേരത്തെ വരും സിഗ്നൽ, ഒരു 10 മിനിറ്റ് നേരത്തെ വരും. എന്താണ് വരാൻ പോകുന്നത് വെച്ചാല് ഇവിടെ വന്നവിടെ എടുക്കണം. പക്ഷേ മറ്റേത് അടുത്തായിരിക്കും വരുത്ത്, ഇവിടെ ആയിരിക്കും വരുത്ത്.
ഇത് ഇവിടെയാ. ഉം. ഇത് ഇവിടെ നിന്ന് എൻട്രി ആയി, ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് മുന്നേ വരും, നമുക്ക് 5 മിനിറ്റ് സിഗ്നൽ വന്നു, ഇവിടെ നിന്ന് എടുക്കണം എന്നുള്ളതാ. ബൈക്കിടെ വന്നിട്ടുണ്ട്, ഇതൊക്കെ നേരത്തെ വന്ന സിഗ്നൽ. അതെല്ലാം കഴിഞ്ഞിട്ടാണ് കൺഫർമേഷൻ ആയിട്ട് എൻട്രി കിട്ടിയത്. എൻട്രി കിട്ടാതെ എൻട്രി പ്ലേസ് ചെയ്യാം. അതിനുശേഷം സെല്ല് വന്നിനോ? സെല്ല് ആയിട്ടില്ല. മാർക്കറ്റ് സെല്ല് മാർക്കറ്റ് ഓപ്പൺ ആണ്. ഇവിടെ മാർക്കറ്റ് ഇവിടുന്ന് ഡൗണിലേക്ക് വരുന്നുണ്ട്, കണ്ട സെല്ല് എൻട്രി ഓട്ടോമാറ്റിക്കലി വരും. അവിടെ ബൈ വന്നിട്ട് ഭയങ്കര കയറ്റം കറിയുന്നല്ലേ? വല്ലാത്ത കയറ്റം. എത്ര പോയിന്റ്? അത് വലിയ പോയിന്റാ. നോക്കിക്കോ, 175 അത്ര ഉണ്ടല്ലേ? വേണ്ട, കോൾ ഓപ്ഷൻ ആണല്ലേ? യെസ് യെസ് യെസ്. അല്ല, പുട്ട് ഓപ്ഷൻ. പുട്ട് ഓപ്ഷനാ. ഉച്ചക്ക് വന്നാ തോന്നുന്നു. ഇത് ഏകദേശം ഉച്ചക്ക് വന്നു, 2:40 വന്നു. 2:40. അതെ അതെ, രാവിലെ എല്ലാം മാർക്കറ്റ് മുകളിലോട്ടുണ്ടായിനി. അല്ല, ഇത് എടുക്കാം, ഇതിലൊക്കെ നമുക്ക് എടുക്കാട്ടോ, എല്ലാത്തിലും എടുക്കാം. എല്ലാത്തിലും സിസ്റ്റം എന്താണ്, സിസ്റ്റം ഒക്കെ നമുക്ക് ഫോളോ അപ്പ് ചെയ്തിട്ട് എടുക്കാം. വെച്ചാല് ഇതിൽ ഓപ്ഷനിൽ നമുക്ക് നമ്മളെ ഇത് കണ്ട അവിടെ നിന്ന് സെല്ല വന്നിനി. ഇതാ ഇവിടെ നിന്ന് സ്ട്രോങ് ബൈ കയറി, കണ്ട ഒരു ടീം ക്രാഷ് ചെയ്തതാ, ഒരു ടീം ഇറങ്ങി, ഒരു ടീം സ്ട്രോങ് ആയിട്ട്. അവിടെ ക്രാഷ് എഴുതിയിട്ടുണ്ടല്ലോ സ്റ്റാർട്ടിങ്ങിൽ. ക്രാഷ് നിർത്ത്. ഇത് കണ്ട, ഇവിടുന്നൊക്കെ വലിയ വലിയ ടീം കയറും, കണ്ട റോക്കറ്റ് നിർത്ത്. ഈ റോക്കറ്റ് എന്ന് പറയുന്നത് സംഭവിക്കുന്നതാണ്. റോക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ട, ഇത് കണ്ട, ഇതൊക്കെ കണ്ട. ഒരു ഫസ്റ്റ് ഒരു റോക്കറ്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ഇങ്ങനെ കുറെ വരില്ല റോക്കറ്റ് അടിച്ചു പോകും. അല്ലെങ്കിൽ പിന്നെ ഒന്നും എത്തുണ്ടാവില്ല. ഇല്ല ഇല്ല, എത്തില്ലാത്ത നോർമൽ എക്സിറ്റ്, നോർമൽ ഇതായിരിക്കും. ഇത് കണ്ട, ആണല്ലേ? ഇതൊക്കെ സിസ്റ്റം വേണം, കംപ്ലീറ്റ്ലി സിസ്റ്റം തന്നെ ചെയ്യും. നിങ്ങൾ പഠിക്കേണ്ട കാര്യം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. പഠിപ്പിക്കും നമ്മളത്. വെറുതെ നിങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാന്നുള്ളതല്ല, അതൊക്കെ നമ്മള് കാര്യങ്ങൾ തരും, എങ്ങനെയാണെന്നുള്ളതിന്റെ കാര്യങ്ങൾ തരും. ഇതിപ്പോ ലൈവായിട്ട് പഠിക്കാൻ എത്ര ടൈം എടുക്കും? 5 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കും. 5 ദിവസം കൊണ്ടല്ലേ? ഇത് കണ്ണൂര്, കോഴിക്കോട്, കാലിക്കറ്റ് മാത്രമേ 5 ദിവസം, ഒരു ദിവസം ഫുൾ ഇരിക്കുകയാണെങ്കിൽ 1 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കാം. അത് നിങ്ങളിത് കപ്പാസിറ്റി അനുസരിച്ച് പോലെ, നിങ്ങൾക്ക് ഓൾറെഡി എക്സ്പീരിയൻസ്, കുറച്ച് കാര്യങ്ങൾ അറിയാം. ഞാൻ സംസാരിച്ചതിൽ എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ, ഇമോഷണൽ നിങ്ങൾ ഇതാക്കിയാ വേണ്ട, അത് നിങ്ങൾ നോക്കിയാ വേണ്ട, അതൊക്കെ നമ്മൾ നോക്കിക്കോളും. പക്ഷെ നമ്മൾ നോക്കിയാ വേണ്ട, സിസ്റ്റം ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പൊ 1 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. 1 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ സിസ്റ്റം. ഓക്കെ, 1-2 ദിവസം കൊണ്ട് നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ 2 ദിവസം നിങ്ങൾ കാര്യങ്ങളൊന്നും നോക്കി 2 ദിവസം കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ രജിസ്ട്രേഷന്റെ കാര്യങ്ങളൊന്നും ഫോർവേഡ് ചെയ്ത് തരാം. നിങ്ങള് ആ ബുക്ക് ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞ, അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു തരാം, ജസ്റ്റ് നോക്കാനാ. 1 കോടി എങ്ങനെ കിട്ടുന്നത് നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യണം. അത് ഡാറ്റ കൊടുക്കും, അത് ബ്ലൂ പ്രിന്റ് തന്നെയാണ്, ബാക്ക് എൻഡ് ഡാറ്റയാണ് കംപ്ലീറ്റ്ലി. അങ്ങനെ ഫസ്റ്റ് ഒരു 1 മന്തിന്റെ അയച്ചാൽ മതി, ഫുൾ അയക്കണ്ട. അത് 1 മന്ത് ഇല്ല, അത് ഫുൾ ആയിട്ടുള്ളത് തന്നെയാണ് സിസ്റ്റം. മനസ്സിലാക്കാൻ ആക്കി തരാം, കുഴപ്പമൊന്നുമില്ല. അത് നമ്മള് ബ്ലൂ പ്രിന്റ് ആണ്, കംപ്ലീറ്റ് ബ്ലൂ പ്രിന്റ് ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് അതിന്റെ ഒരു ഓർമ്മ തന്നതാണ്, കാണിച്ചതാണ്. അതായത് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ നമുക്കൊന്ന് നോക്കാനത്, വേറെ ഒന്നല്ല. അല്ല, മനസ്സിലായി. മോട്ടിവേറ്റ് കിട്ടാനാണ് നോക്കുന്നത്, ഒരു മോട്ടിവേറ്റ് കിട്ടാൻ വേണ്ടിട്ട്. ഞാൻ അയച്ചുതരാം, ഫുൾ അയച്ചുതരാം.
അപ്പം സിസ്റ്റം ആണ് ഞാൻ ഇൻഷാല്ലാ. ഞാൻ അയച്ചത്. ഏതായാലും ഞാൻ മുമ്പ് ഇതുപോലത്തെ ഒരു സോഫ്റ്റ്വെയർ ഞാൻ മുമ്പ് ഇങ്ങനെ ചെയ്തിരുന്നു. ഉം, ഉം, അത് എറണാകുളം ഒരു ലേഡി ആയിരുന്നു. ഉം. അത് അന്ന് ഒരു മാസം ചെയ്തു. പിന്നെ ഞാൻ പിന്നെ നോക്കിയില്ല. പക്ഷെ അതിൽ ഇതെനിക്ക് ഒരു ഇൻഡിക്കേറ്റർ വരും. അതായത് അടിയിൽ ഒരു പച്ച കത്തിയാൽ മുകളിൽ ഒരു പച്ച കത്തണം ഇൻഡിക്കേറ്റർ. ഇല്ല, എന്നാൽ ഇതില് ഞാൻ നമുക്ക് പറഞ്ഞുതരാം. ഇതിലൊരു ഉം, സിസ്റ്റം പറഞ്ഞുതരാം. നിങ്ങൾ ഈ ഉം. കാണുന്നത്, ഈ ഇതിൽ കാണുന്നത് എന്ന് പറഞ്ഞ ടെംപ്ലേറ്റുകളാണ്. ഇത് ഏ? ട്രേഡിംഗ് വ്യൂവിന്റെ ടെംപ്ലേറ്റുകളാണ് ഈ സാധനം, അതെ അതെ ഡിസൈൻസ്. അതെ അതെ ഇതിന്റെ ബാക്ക് എൻഡിൽ പഠിപ്പിച്ചു കൊടുക്കുന്നതിനാണ് ഇമ്പോർട്ടന്റ്. അതെ അതെ നമ്മളെ അതാണ് കയ്യില് ഞാൻ അതാണ് ഞാൻ ആ, പറഞ്ഞു വരുന്നത്. അതിൽ നിന്ന് ഉം, ഉം, വ്യത്യാസമുള്ളത് നിങ്ങളെന്ന് വെച്ചാൽ ആ, നമുക്ക് ബാക്കിൽ നടക്കുന്ന നമുക്ക് ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. അപ്പൊ ഓക്കെ, അതിനനുസരിച്ച് ട്രേഡ് എടുക്കണോ വേണ്ടെന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. യെസ്. ഇത് വെറുതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട് എൻഡ് മാത്രം പഠിച്ചതിനെ കൊണ്ടും ബാക്ക് എൻഡ് മാത്രം ഇത് പറഞ്ഞാവൂല. രണ്ടും അതെ അതെ ഒരുമിക്കണം. നമ്മൾ ഈ ഫ്രണ്ട് എൻഡ് ചെയ്തിട്ടാണ് നമ്മളെ അധികം ആൾക്കാരും ഓർഡർ കൊടുക്കുന്നത് പ്ലേസ് യെസ്, ബൈ യെസ്, സെല്ല്. യെസ്, യെസ്, യെസ്. അപ്പൊ അതാണ് അതും വെയിറ്റ് നടക്കുന്നത്. ചെയ്ത് നിൽക്കുമ്പോൾ ആ, നിങ്ങൾ ഒന്ന് രണ്ട് കാര്യം കണ്ടു. നമ്മളെ ക്രാഷ് എന്ന് വന്നപ്പോ ഒരേ പോക്ക് പോകുന്ന കണ്ടു. യെസ്, യെസ്. അതിപ്പോ ഞാൻ മാർക്കറ്റ് റോക്കറ്റ് നേരത്തെ റോക്കറ്റ് നേരത്തെ എന്ന് കണ്ടപ്പോ ഇങ്ങനെ മുകളിലോട്ട് കയറുന്ന കണ്ടു. ആ അല്ല, ഇപ്പൊ അപ്പൊ ഇവിടെ അങ്ങനെ ഉണ്ട്. അതായത് കൂടി ധൈര്യമായിട്ട് എടുക്കാനൊരു ധൈര്യം വരുമല്ലോ. അല്ല, നമുക്ക് അതാ വേണ്ട, നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണല്ലോ. അതെ വെറുതെ അതെ ഇപ്പം ഒരാള് മാനുവലി പോയിട്ട് ഇപ്പൊ ഒരാൾ പഠിച്ചു കഴിഞ്ഞാല് പഠിക്കാനും ഉം, പറ്റും. പഠിച്ചു കഴിഞ്ഞ ഉം, വെച്ചാല് ഒരു മാസം കൊണ്ടൊന്നും ആവൂല, 2 മാസം ഉം, കൊണ്ടും ആവൂല. ഉം, അതിന്റെ കുറെ കാര്യങ്ങൾ വെച്ചാൽ ഞങ്ങളെ കമ്പനി ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് സ്ട്രാറ്റജി നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ചെയ്തു തരും. ഉം, നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ സിസ്റ്റം ചെയ്തു തരും. ഉം. നിങ്ങൾക്ക് എങ്ങനെ തീരുമാനിക്കാം അതിനെ എങ്ങനെ ചെയ്യാന്നുള്ളത്. അത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് തരും. നിങ്ങളത് ചെയ്തതായിരിക്കും ഇത്. ഇത് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇന്റർനാഷണൽ ട്രേഡേഴ്സിന് ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പൊ ഉം, നമുക്കറിയാം ഒരു 10-20 കുറെ സ്ട്രാറ്റജി വരുമ്പോൾ അറിയാം അതിൽ ഏതാ നല്ലതെന്നുള്ളത്. എല്ലാം ഒന്നിലേക്ക് നമുക്ക് ഒരു 10 സ്ട്രാറ്റജി നമുക്ക് ഒന്നിലേക്ക് കൊണ്ടുവന്ന് എങ്ങനെ ഉണ്ടാവും? അതാണ് ഉം, നടക്കുന്നത്. ഉം, ഉം, അതുകൊണ്ട് തന്നെയാണ്. അതായത് സിസ്റ്റം എന്ന് വെച്ചാല് നിങ്ങൾക്ക് ഇപ്പം ഇത് മാർക്കറ്റ് കാണാൻ പറ്റില്ല. ഇത് നമുക്ക് ഇത് ഡയറക്റ്റ് തന്നെ കൊടുക്കാം. ഇത് മാർക്കറ്റിൽ ഇല്ല. ഇത് നമ്മളാണ് ഉം, ഫസ്റ്റ്. ഞങ്ങൾ ഇത് ട്രേഡിംഗ് ഒരു ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പിലാണ്. ഉം. ട്രേഡിംഗ് പക്ഷെ ഇത് അറിയായിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ ഇത് മാറുമോ ഇതിന്റെ സിസ്റ്റം ഇത് മാർക്കറ്റിന്റെ? അപ്ഡേഷൻസ് വരും, പുതിയ പുതിയ അതെ. കാര്യങ്ങൾ. സിസ്റ്റം മാറൂല, ഇതിന്റെ പുതിയ അപ്ഡേഷൻസ് ഇത് കൊണ്ടുവരും. അപ്പൊ അന്നേരം നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരില്ലേ? നിങ്ങളൊന്നും അപ്ഡേറ്റ് ചെയ്യണ്ട. ഇതൊക്കെ ബാക്ക് എൻഡ് അപ്ഡേഷൻ ഓട്ടോമാറ്റിക് കിട്ടും. ഇത് ട്രേഡിംഗിന്റെ ഓട്ടോമാറ്റിക് വരും. സിസ്റ്റത്തിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടും എല്ലാ ഉം, അപ്ഡേഷൻസും. ഉം, ഉം, ആ വരുന്ന അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഉം. ഉം. എല്ലാ അപ്ഡേഷൻസും നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അതെ അതെ അതെ. ഓക്കെ, അപ്പോ ഞാനൊന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഞാൻ മറ്റേ അപ്പൊ സാറിന് ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഐഡിയ കിട്ടും. ഞാൻ മറ്റേ അയക്കുന്നുണ്ടോ? അത് അയച്ചിട്ടുണ്ട്, നമ്മൾ ചെക്ക് ചെയ്തോ കേട്ടോ. ഞാൻ നോക്കാം. നമ്മള് നേരത്തെ ഗോൾഡ് ഇപ്പോൾ എത്തി. ഗോൾഡ് ഗോൾഡ് തരാം. ഗോൾഡ് അവിടുന്ന് ഒരു റിവേഴ്സൽ കയറിയിട്ടുണ്ട് നല്ല. 75 വന്നല്ലേ വീണ്ടും. നല്ല TP3 കംപ്ലീറ്റ് ആക്കി റിവേഴ്സിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു മേലിലേക്ക് ഒരു കൺഫർമേഷൻ ആയിട്ടില്ല കേട്ടാ. മാർക്കറ്റ് മേലെ കയറാന്നുള്ളൊരു കൺഫർമേഷൻ കൺഫർമേഷൻ ആയിട്ടില്ല. അല്ല അതുമല്ല, അറ്റ്ലീസ്റ്റ് 2 കംപ്ലീറ്റ് ആയാൽ തന്നെ അത്യാവശ്യം എത്ര പോയിന്റ് വന്നു ടൂല്? നല്ല പോയിന്റ് കയറി. ടൂല് എത്ര പോയിന്റ് വരുന്നത്? നല്ല പോയിന്റ് കയറി ടൂല്. നമ്മളെ സ്ട്രോങ് സെല്ല്. അതായത് നമ്മളതാ ഇത് നോക്കിയാൽ നമുക്ക് നല്ല സിസ്റ്റം ഇതാ. അതായത് ജസ്റ്റ് ഒരു പുള്ളേ ചെറിയൊരു ഇത് സപ്പോർട്ട്. സ്ട്രോങ് സെല്ല് ബൈ ഒന്നും വന്നിട്ടില്ല. എല്ലാവരും ബൈരെ ചിഹ്നമുണ്ടല്ലോ അവിടെ അല്ലേ? അല്ല, അത് നോക്കണ്ട. ഇത് നമുക്ക് ഇത് സിഗ്നൽ 1 ഇത് പച്ച നമുക്കൊരു ബുള്ള് വന്നതിന് എത്ര ഇത് സ്ട്രോങ് ആണ്. നമ്മള് ഒരു നീലയിലൊരു ഇൻഡിക്കേറ്റർ കാണുന്നുണ്ട്. ഇതിലെന്ന് പറഞ്ഞാൽ ഇത് കണ്ട, ഇതാണ് നമ്മളെ എന്ത് വരുന്നത്, ഇതിന്റെ അനാലിസിസ്. അതായത് ഇതിന്റെ വയർ ഫ്രെയിം വരുന്നത് ഈ സിസ്റ്റം ആണ്. ഇവിടെ കണ്ടോ, ഇവിടെ മാർക്കറ്റ് എന്താണ്? ബുള്ളിഷ് ബിയറിഷ് ആണ്. എഴുതിയിട്ടുണ്ട്. ട്രാപ്പ് ചെക്കിങ് വാലിഡ് ആണ്. ട്രാപ്പ് ഒന്നും ഇല്ല മാർക്കറ്റിൽ. ട്രാപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ മാറും. ഫ്ലാഗിങ് സേഫ് ആണ്, കാര്യങ്ങൾ സേഫ് ആണ്, ഡിസ്ട്രിബ്യൂഷൻ സേഫ് ആണ്, എല്ലാം സേഫ് ആണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻഡിക്കേറ്റർ വന്ന സ്ഥിതിക്ക് ഒരു ബൈ കൊടുത്തിട്ട് ഒരു 2 കൊടുത്തു. നിങ്ങൾ ഇത് എടുക്കണോ, നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസ് ഒക്കെ വരും. അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്തില് ആദ്യം നമ്മളെ സിസ്റ്റം തന്നെ ഫോളോ അപ്പ് ചെയ്യുക കംപ്ലീറ്റ്. അതെ അതെ അതെ. ഇത് തരും. അതായത് നമുക്ക് എല്ലാം കിട്ടും. ബാക്ക് എൻഡ് എന്താണ് വരുന്നത്. ഇപ്പൊ ഞങ്ങളെ തന്നെ ഇപ്പൊ അടുത്തൊരു സിസ്റ്റം ഉണ്ട്. അതായത്
ചില ആൾക്കാർ ചൈനീസ് സ്ട്രാറ്റജി ചെയ്യുന്നുണ്ട്. ഒരു ഇച്ചിമോക്കി എന്ന് പറഞ്ഞ സ്ട്രാറ്റജി ചെയ്യുന്ന ട്രേഡേഴ്സ് ഉണ്ട്. ചൈനക്കാരുടെ ചൈനയിലുള്ള സ്ട്രാറ്റജീസ് ആണ്. നിങ്ങളിപ്പോ ഇതിൽ കാണുന്നത് കണ്ട, ഇതൊരു ചൈനീസ് സ്ട്രാറ്റജിയാണ്. ഒരു ചൈനീസ് സ്ട്രാറ്റജിയാണ് ഈ കാണുന്നത്. ഇച്ചിമോക്കി എന്ന് പറഞ്ഞത് ഇത് നമുക്ക് പെട്ടെന്ന് തിരിയൂല. ഇത് ചൈനീസ് സ്ട്രാറ്റജിയാണ് കംപ്ലീറ്റ്ലി. ഉണ്ട് നമ്മളെ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ അതേപോലെ തന്നെയാണ് ഇംപ്ലിമേഷൻ വരുന്നത്. ഇത് നമ്മൾ ഒരാൾക്ക് വേണ്ടിട്ട് പുറത്തേക്ക് ഒരാൾക്ക് അവർ പറയുന്ന പോലെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതിന്റെ ഒരു ഇത് കാണിച്ചതാണ് നിങ്ങൾക്ക്. അവർ പറയുന്നത് ഫ്ലോട്ടോ ഇത് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഞങ്ങളെ യൂസേഴ്സ് ട്രേഡിംഗിന്റെ പ്രീമിയത്തിന്റെ ആവശ്യമില്ല. ഞങ്ങളിത് നേരെ ട്രേഡിംഗ് ബാക്ക് ആൻഡ് പാർട്ട്ണർഷിപ്പിലാണ് ചെയ്യുന്നത്. പ്രീമിയത്തിന്റെ ആവശ്യം കാര്യങ്ങളൊന്നും വരുന്നില്ല. ആ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്ക് വരുന്നില്ല. ഇതിപ്പോ ലൈവായിട്ട് ഇപ്പൊ ഫുള്ള ഒരു എൻട്രി ആണ്. ഇപ്പൊ ഇത് കംപ്ലീറ്റ് നമ്മൾ ഏകദേശം 1/2 മണിക്കൂർ 50 മിനിറ്റോട്ട് കംപ്ലീറ്റ് ആയിട്ട് എൻട്രി ആണ്. ടെൻഷനും ഇല്ല. നമ്മളെടുത്ത് സംസാരിച്ചു അത് അവിടെ ക്ലോസ് ആയി. നമുക്ക് വേണ്ടത് തന്നെയാണ്. ടെൻഷൻ ഇല്ലാതെ കാര്യങ്ങൾ. ഇപ്പൊ ഇവിടെ ഒരു ഗ്രീൻ ഒക്കെ വന്നു മേലേക്ക്. നേരത്തെ ഇവിടുന്ന് മാർക്കറ്റ് പമ്പ് ചെയ്ത് മേലേക്ക് ഗ്രീൻ വന്നില്ല. പക്ഷെ റെഡ് തന്നെയാണ് അവസാനിച്ചത്. അത് നമ്മൾ ടെൻഷൻ അടിക്കണ്ട. മാർക്കറ്റ് മാറാണ്ട് ഇതൊന്നും ആയിട്ടില്ല. മാർക്കറ്റ് പെട്ടെന്ന് ഇവിടുന്ന് മാറാന്ന് പറയുന്ന സിറ്റുവേഷനിൽ മാർക്കറ്റ് നിലവിൽ എത്തിയിട്ടില്ല. എനിക്ക് അതിന്റെ ഒരു സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്ക് കോൺഫിഡന്റ് ആവുകൊണ്ട് നിൽക്കാം, കുഴപ്പമില്ല. ഒരു 1 മിനിറ്റിൽ കിട്ടിയാൽ നമുക്ക് തിരിയും. 1 മിനിറ്റിൽ ഇപ്പൊ എന്താണ് 1 മിനിറ്റിലൊക്കെ കൺഫർമേഷൻ വന്നില്ല. കൺഫർമേഷൻ വെയിറ്റ് ചെയ്യാം. സ്ട്രോങ് സെല്ലിൽ തന്നെ ഉള്ളത് മാർക്കറ്റ്. ബിയറിഷ് തന്നെയാണ് മാർക്കറ്റ് കംപ്ലീറ്റ് പ്രഷർ ഉള്ളത്. പ്രഷർ കൂടുതൽ ബിയറിഷ് തന്നെയാണ്. വോളിയം പ്രഷറും ബിയറിഷ് തന്നെയാണ് കൂടുതൽ ഉള്ളത്. നമുക്ക് സിഗ്നൽ കിട്ടും. ഇനി വലിയൊരു ടീമൊന്നും കയറിയിട്ടില്ല. അത് ഞാൻ ആ ഒരു കൺഫർമേഷൻ തരാം. വലിയൊരു ടീം ഇവിടെ എൻട്രി ആയിട്ടില്ല. ഒരു ഹ്യൂജ് ടീം കയറിയിട്ടില്ല. ഒന്നാമത് സൈഡ് വൈസിലാണ് മാർക്കറ്റ് പോകുന്നത്. കണ്ടില്ലേ? സൈഡ് വൈസ് ട്രെൻഡിലാണ്. അതായത് ഇത് പക്ക ഇത് കണ്ട സൈഡ് വൈസ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പക്ക മാനിപ്പുലേഷൻ മോഡാണ്. ഇതിനെ ടൂൾ ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പമ്പിങ് ആണോ? ഇത് ബ്രേക്ക് ചെയ്യണം. ഇത് മാർക്കറ്റ് കിട്ടണമെങ്കിൽ ഇത് ബ്രേക്ക് ഇവൻ ചെയ്യണം. അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യണം. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് താഴേക്ക് പോകും. ഗോൾഡ് ഇപ്പൊ നല്ലോണം ഇറങ്ങിയിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഈ ഗോൾഡ് ഇത് ഇറങ്ങിയത് പറഞ്ഞാൽ ഇന്ന് ന്യൂസ് വരുന്നുണ്ട്. 6:30 ന്യൂസ് ഉണ്ട്. ഇന്നത്തെ ന്യൂസ് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തില് ഓക്കെ ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ വലിയ വലിയ കോർപ്പറേറ്റുകൾക്ക് എന്തറിയാം, വരാൻ പോകുന്ന സാധനങ്ങൾ മുൻകൂട്ടി അവർക്ക് കിട്ടും. വരാൻ പോകുന്ന ന്യൂസിന്റെ സാധനമൊക്കെ മുൻകൂട്ടി അവർക്ക് കിട്ടും. നമ്മളാണല്ലോ ഇതിലൊന്നും അറിയാത്ത ആൾക്കാര്. ഈ വലിയ വലിയ കോർപ്പറേറ്റുകൾക്ക് അറിയാം എന്താണ് മാർക്കറ്റ് വരാൻ പോകുന്നത്, നെഗറ്റീവോ പോസിറ്റീവോ. അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും നന്നായിട്ടുണ്ടാവില്ല മാർക്കറ്റിൽ ഇത്രയും വലിയ ഒരു എമൗണ്ട് ഇവിടെ നന്നായിട്ട് ചെയ്ത് ഡിഡക്ഷൻ ചെയ്തത്. ഇത് കണ്ടത് വലിയ എമൗണ്ട് ഇവിടുന്ന് പോയിട്ടുണ്ട്. ഇത്ര ക്യാഷ് എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരു 10-20,000-30,000 കോടി സാധനം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എവിടുന്ന് വന്നത് നോക്കണം. ഇവിടുന്ന് തുടങ്ങിയതാ. ഇവിടുന്ന് തുടങ്ങിയതാ സ്ട്രോങ് സെല്ല്. ഇതാ ഇവിടെ ഒരു അലേർട്ടും വന്നു കണ്ട, ഒരു വോളിയം അലേർട്ടും വന്നു. ഇവിടെ അലേർട്ട് സിഗ്നലും വന്നു. അവിടെ അങ്ങോട്ട് എക്സിറ്റ് മാർക്കറ്റ് എക്സിറ്റ് ആൾക്കാർ എന്നാകാൻ തുടങ്ങി, അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങി. ഇല്ല കേറിയിട്ടില്ല. ഇവിടുന്ന് മാർക്കറ്റ് അതായത് ജൂൺ 9 മാർക്കറ്റ് പൊളിയാൻ പോകുന്ന പൊളിയല്ല. അവിടുന്ന് പൊള്ളുന്ന പൊളിയതാ. 3 ദിവസമായി ഇതണ്ട. 3 ദിവസം ഈ ഇറക്കം നോക്കിയാ എങ്ങനത്തെ ഇറക്കാന്നുള്ളത്. ഇതെന്ന് പറയുന്നത് ഈ സാധനം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാല് ഇത്രയും വലിയൊരു ഇറക്കം ഇറങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത്, എന്ത് വരും, എന്ത് നടക്കുന്നുള്ള കാര്യങ്ങൾ നന്നാക്കിയിട്ടുണ്ടാവും. സിറ്റുവേഷന് കിട്ടിയിട്ടുണ്ടാവും. സിറ്റുവേഷന് കിട്ടിയിട്ടുണ്ടാവും. അതന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവം ഇതേപോലെ ഒന്നായത്.
സംഭവിച്ചത് ഇതൊക്കെ മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ടാവും ഉം. എന്താണെന്നുള്ളത്. ഉം. ഉം ഉം. എങ്ങനെയാണ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ കിട്ടും. ഉം. അപ്പൊ അതാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. ഈ കാണുന്ന കാര്യങ്ങൾ ഉം. നമുക്ക് തന്നെ വേണ്ടത്. അതായത് നമുക്ക് ഏകദേശം 3 ദിവസമായി ഇറങ്ങുന്നത്. എന്ത് ഇപ്പൊ നോർമലി ഇപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും തിരിയോ ഇവിടെ എന്താ സംഭവിച്ചത്? ഉം. മാർക്കറ്റ് ഇറങ്ങുന്നതിന് താഴേക്ക് അല്ല മാർക്കറ്റ് ഉം. തിരിയും. മാർക്കറ്റ് ക്രാഷ് താഴേക്ക് വന്നിട്ട് എന്തുകൊണ്ട് എങ്ങനെയാണ് ഇനി എന്താണ് സംഭവിക്കുന്നത്? ഉം. നമുക്കിത് ഇതിപ്പോ ഇങ്ങനെ കാണുന്ന സമയം നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത്. ഉം. അതായത് ഇവിടുന്ന് വേഗത്തിൽ കാണും. ചില ആൾക്കാർ, അതായത് സ്വാഭാവികമായിട്ടും ആൾക്കാരൊരു മെന്റാലിറ്റി ഉണ്ട്. ഉം. അതായത് ആൾക്കാരൊരു പ്രോപ്പർ മെന്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്രാഷ് ആകുമ്പോൾ ആൾക്കാർ ഇത്ര ക്രാഷ് ആകുമ്പോൾ ഇവിടുന്ന് പമ്പ് ചെയ്യും, ഉം. ഇവിടെ വയ്യെടുക്കും. ഈ ഗ്രീന് ഉം. കാണുമ്പോ ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിപ്പിക്കുന്ന സിസ്റ്റം, ഉം. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന സിസ്റ്റം. ഇത്ര വരുമ്പോ ഇവിടുന്ന് സ്ട്രോങ് ടീം വരും, ഇവിടുന്ന് ബയ്യാവും. നമ്പർ 1. അടുത്തത് വീണ്ടും അതേപോലെ ഒരു സാധനം വരുമ്പോ ഇവിടുന്ന് വന്നു ആൾക്കാർ ഇവിടുന്ന് ബയ്യെടുക്കും. ഇത്രയും വന്നില്ലേ ഇവിടുന്ന് പൊന്തും. അത് ഇത് ചെയ്യുന്നത് ആരാണ്? ഇവിടുന്ന് ലോസ് വന്നവനായിരിക്കും. ഉം. ഇവിടെ ബൈ എടുത്തിട്ട് ഇവിടെ മേലേക്ക് ബൈ എടുത്തിട്ട് ഇവിടെ കണ്ട ഇവിടെ വലിയൊരു ക്യാൻഡിൽ മേലേക്ക് പോയിട്ടുണ്ട്. അതെ അതെ അതെ. ഇവിടെ ബൈ എടുത്തിട്ട് ലോസ് വന്ന 95% ആൾക്കാരും അതിനെ പിടിക്കാൻ വേണ്ടി ഇവിടെ വരും. ഉം. വീണ്ടും ബൈ എടുക്കും. ഇങ്ങനെ വരുമ്പോ വീണ്ടും ബൈ എടുക്കും. ഇങ്ങനെ കാണുമ്പോ ഇവിടുന്ന് പൊന്തും. ഓൻ വീണ്ടും എടുക്കും കഴിയുന്നത് വരെ. ഇവിടുന്ന് കൊടുക്കും എൻട്രി ബൈയിലേക്ക്. ഇവിടുന്ന് ബൈ എടുത്തിട്ടുണ്ടാവും പല ടീം. ഇവിടുന്ന് ഒട്ടും പൊന്തും. ഇതാ ഇത്രയെല്ലാം കാണുമ്പോ ഇവിടുന്ന് ബൈ എടുത്ത്. എന്താണ് സംഭവിക്കുന്നത്? യെസ്, ഇത് സംഭവിക്കുന്നത് ഇപ്പൊ ഇങ്ങനത്തെ ഒരു സാധനം നമ്മളെ ഇതിന്റെ അടിയിൽ ഇപ്പം ബ്രെഡ് ഉണ്ട് അത്രല്ല അടിയില്. യെസ്, അതന്നെ. അതായത് നമ്മളെ മുന്നിൽ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാം. അത് ആടുന്ന് ഇപ്പൊ ഓക്കെ ഇവിടുന്ന് ബൈ എടുക്കേണ്ട ആവശ്യമുണ്ടോ? എവിടുന്ന് എടുക്കാം? അത് ഇതുവരെ ഒരു പ്രോപ്പർ ഫുള്ളി മേലിലേക്ക് പമ്പ് ചെയ്യേണ്ട ഒരു ടീം ഇതുവരെ മാർക്കറ്റ് ക്രാഷ് ആക്കിയ ടീം ഇതുവരെ കയറിയിട്ടില്ല. ആ ടീം ഇതുവരെ മാർക്കറ്റിൽ എൻട്രി ആയിട്ടില്ല. അതാണ് ഇപ്പൊ ചുരുക്കി പറഞ്ഞത്. ഇതുവരെ കയറിയിട്ടില്ല. അവരെ വിളിച്ച സാധനം ഒന്നെങ്കിൽ ഇന്നൊരു അതായത് 2 രീതി സംഭവിക്കാം. അതായത് വേറെ ഏതെങ്കിലും വലിയൊരു കോർപ്പറേറ്റ് ഫണ്ടിന് ഇതിലേക്ക് എൻട്രി ആവാനുണ്ടാവും. നമ്പർ 1 അതൊക്കെ ന്യൂസ് ലീക്ക് ആവും. അതല്ലെങ്കിൽ വേറെ ഏതോ ഒരു ടീം ഇന്ന് മാർക്കറ്റിൽ നിന്ന് ക്രാഷ് അടിക്കാനുണ്ട്. വലിയ ടീം, ഇവരാങ്കാട്ടി വലിയ ടീം പറയാൻ പറ്റൂല. അപ്പൊ ഇതൊക്കെ ബാക്കിൽ ഇപ്പൊ ഓൾമോസ്റ്റ് ഞാനൊരു കോർപ്പറേറ്റ് ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം വരാണ്ട് ഞാൻ എക്സിറ്റ് ആവും. മാർക്കറ്റ് വേറെ ഫണ്ടിലേക്ക് മാറ്റും. അതായത് ഈ സമയത്ത് ഇപ്പം പമ്പ് ചെയ്ത് കയറിയത് എന്ന് പറഞ്ഞാല് BTC കുറച്ച് കയറിയിട്ടുണ്ട്. കണ്ട ഗോൾഡ് അവിടുന്ന് ഇങ്ങനെ കളിക്കുന്ന സമയം BTC എന്തായിട്ടുണ്ട്? ഇവിടെ നിന്നൊക്കെ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. ഇതാ BTC കയറിയിട്ടുണ്ട്. എത്തീരം കണ്ട ശരിക്കും പറഞ്ഞാൽ അതിൽ അത്ര ക്രാഷ് നടക്കുന്ന സമയം ഇതിൽ നല്ല ക്രാഷ് നടക്കണം. ഇതൊക്കെ കണക്റ്റഡ് തന്നെയാണ് ഏകദേശം. ഇതിലൊക്കെ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. BTCയിലൊക്കെ മാർക്കറ്റ് പമ്പ് ചെയ്തിട്ട് തന്നെ പോകുന്നുണ്ട്. സൊറാനെല്ലാം കണ്ട പമ്പ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ റീസൺ എന്താണ്? അതിലെ ഫണ്ട് നേരെ ഇതിലേക്കാണ്. അവിടെ നിന്നുള്ള ഫണ്ട് എവിടത്തേക്ക് വന്നു? ഇവിടത്തേക്ക് വാങ്ങി. അത് നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഇതാ കണ്ടില്ലേ ഇവിടെ പമ്പിങ് ആണ്. ഇവിടെ ഇതൊക്കെ ഞങ്ങൾ ലാസ്റ്റത്തെ ഒരു 3 ദിവസം നോക്കാം. അത് 9-ാം തീയതി മുതൽ തന്നെ നോക്കുക. 9-ാം തീയതി മുതൽ ഇതുവരെ ഒരു ക്രാഷ് നില മാർക്കറ്റ് വന്നിട്ടില്ല. 9-ാം തീയതി മുതൽ ക്രാഷ് ആക്കിയിട്ട് ഒരു മാർക്കറ്റ് വന്നിട്ടില്ല. പക്ഷെ എല്ലാം പമ്പ് ചെയ്യുന്നുണ്ട്. എന്താ റോക്കറ്റ് എന്നൊക്കെ പമ്പ് ചെയ്ത 9-ാം തീയതി മുതൽ ഇവിടെ നിന്നാണ് 9 പറയുന്നത്. ഒരു സെല്ലും വന്നിട്ടല്ലേ? ഇല്ല, 9-ാം തീയതി എന്ന് പറഞ്ഞ ഇതാണ് ചില BTC ഇത്ര സ്ട്രോങ് സെല്ല് നേടിയിട്ടുണ്ട്. അതായത് സ്ട്രോങ് സെല്ല് എന്ന് പറയുന്നത് ഇത് കണ്ട ഇവിടെ ഈ സ്ട്രോങ് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ വോളിയം, അതായത് ഈ സെല്ല് വന്ന് ഇവിടെ അടിയിൽ തന്നെ സ്ട്രോങ് ബൈയും വന്നു. സ്ട്രോങ് സെല്ലിന്റെ അടിയിൽ തന്നെ സ്ട്രോങ് ബൈയും ഉണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാല് അതായത് പറഞ്ഞാല് ഇത് ഇവിടെ ഒന്നായിട്ടില്ല, ഡിസിഷൻ വന്നിട്ടില്ല. ഇത് ഇവിടെ ഇവിടുന്ന് നമ്മളെ ടീം എക്സിറ്റ് ആയിട്ടുണ്ട്. കണ്ട
ഇവിടെ ഓറാനെക്സിന്റെ ടീം എക്സിറ്റ് ആയി. ഉം. ഓറാനെക്സ് എന്ന് പറയുന്നത് നമ്മളെ ഇതിന്റെ ബാക്ക് എൻഡിൽ സിസ്റ്റം ഇടുന്ന എക്സിറ്റ് ആയിട്ടുണ്ട് അവര്. ഉം. ഇത് വീണ്ടും മാനിപ്പുലേറ്റ് ഇതാക്കി ചെയ്യുന്ന ആൾക്കാരെ. ഉം. ഇത് നമ്മൾ ഇതുണ്ട് ഓറാനെക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ടീം ഇടുന്ന എക്സിറ്റ് ആയി, ഈ ഏരിയയിൽ എക്സിറ്റ് ആയി. ഉം. നമ്മളെ വാച്ചിങ് ടീം അവരെപ്പുറത്തി ഇവിടെ വന്നതാ. ഇവിടുന്ന് ഇതുവരെ ഒരു ഇവിടുന്ന് എല്ലാം റോക്കറ്റ് ഇതാണ് മേലേക്ക് കൊണ്ടിരിക്കുക. മാർക്കറ്റ് മേലേക്ക് പമ്പിങ് കാണുക. എല്ലാവരും റോക്കറ്റ് മേലേക്ക് പമ്പിങ് ഇതാ ഇവിടുന്നൊക്കെ നോക്കിയാൽ. അതായത് അവിടുന്ന് ഇപ്പം BTC ഇത്രയും ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം കോടികൾ ട്രാൻസാക്ഷൻ നടന്നത്. ഇവിടെ നോക്കിയാൽ ഇങ്ങനെ കയറ്റാ. എന്നൊക്കെ ഹ്യൂജ് പമ്പിങ്. ഇതാണ് മാർക്കറ്റ് നടക്കുന്നത്. നമുക്ക് എല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഏകദേശം നമ്മളിപ്പോ ഇന്നിപ്പോ ഈ 1 മണിക്കൂർ സംസാരിച്ച കാര്യങ്ങൾ ഒരാള് മാനുവലി മനസ്സിലാക്കണമെങ്കിൽ 1 ദിവസം പോരാ, 1 മണിക്കൂറും പോരാ, ഒരാൾക്കും കിട്ടൂല. ഇപ്പൊ എന്താണ് ഇതിന്റെ ബാക്കിൽ നടക്കുന്നത്? ഒരാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്ന ഒരാൾക്ക് ഇത് തിരിയൂല. എന്തെന്ന് ഇപ്പോൾ സംഭവിച്ചു, എന്താണ് ഇന്ന് മാർക്കറ്റിൽ നടന്നത് എന്നുള്ള കാര്യം കിട്ടൂല. കുറെ ന്യൂസ് നോക്കണം, കുറെ അവിടെ പോയി നോക്കണം, കുറെ ഇവിടെ നോക്കണം. ഇതൊക്കെയാണ് നടക്കല്. ആൾക്കാരെന്ന് പറയാ ആൾക്കാർ വീണ്ടും ഒരു ബ്ലൈൻഡായി നിന്നുകൊണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡിൽ തന്നെയാണ് ആൾക്കാർ ഇപ്പോഴും മാർക്കറ്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. നമ്മൾ അതിനൊരു കാര്യങ്ങൾ സൊല്യൂഷൻ രീതിയിൽ നമ്മൾ കൊണ്ടുപോകുന്ന വെച്ചാൽ, അതായത് നിങ്ങൾ 5% പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കണം. സെൻസെക്സ് എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. ഇപ്പൊ എനിക്ക് സമയമായി, ഉമ്മാനൊന്ന് ബാത്റൂമിലാക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തായാലും കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്യുക. ഞാൻ അതിന്റെ ബാക്കി ഡീറ്റെയിൽ ഫോം ഇട്ടിട്ടുണ്ട്. രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ ഞാൻ അയച്ചാൽ നിങ്ങൾ സ്കോളർഷിപ്പ് തന്നെ ജോയിൻ ചെയ്തു. ആയിക്കോട്ടെ, നോക്കിയിട്ട് കാര്യങ്ങൾ സംസാരിക്കാം കേട്ടോ. ഒന്ന് സംസാരിക്കാം. ഓക്കെ. ഇൻഷാ അല്ലാഹ്. ഓക്കെ.